നാരായണ 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 ഹരേ 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 നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം വ്യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛസ്വഃ. ഓം നമഃ ശിവായ നമ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ ശിവായൈ നമ. ഓം നമഃ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമ. ഓം നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം നമഃ ചണ്ഡികായൈ നമ. ഓം ബാലരവിദ്യുതിബിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനീശ്വരീം. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീല. ജ്വാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം ത്രിശൂലം ബാധുനോ ഭീതേ ഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. സനാതന ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗുരുപരമ്പര ആണ് ഈ സംസ്കാരം എന്നുള്ളതാണ്. ഗുരുപരമ്പര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദി ഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തിയോ അല്ലെങ്കിൽ ദത്താത്രേയനോ അതുപോലുള്ള ആ മൂർത്തിഭേദങ്ങളെ കൊണ്ട് തുടങ്ങി വയ്ക്കുന്ന ഗുരുക്കന്മാരുടെ ഒരു പരമ്പര, ഒരു ശൃംഖലയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഗുരുപരമ്പരയിൽപ്പെട്ടൊരു ശിഷ്യനാകുക, ആ ശിഷ്യൻ വീണ്ടും ഗുരുവായിട്ട് മാറുക, അങ്ങനെ ശിഷ്യൻ ഗുരുവാകുക, വീണ്ടും ശിഷ്യൻ വരിക, അയാൾ ഗുരുവാകുന്നൊരു ഗുരുപരമ്പര എന്ന് തുടങ്ങി എവിടെ നിന്ന് തുടങ്ങി എന്നെല്ലാം തന്നെ വളരെയേറെ അപാരമായിരിക്കുന്നൊരു സ്ഥിതിവിശേഷമുള്ള ആ ഗുരുപരമ്പരയിൽപ്പെട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗുരുവാണ് കപിലൻ എന്ന് പറയുന്ന വാസുദേവാവതാരം. കപിലൻ്റെ അവതാരത്തെപ്പറ്റി സവിസ്തരം നമ്മൾ പഠിച്ചു എങ്കിൽ കൂടി കപിലാവതാരത്തിന് മുൻപ് ജനിച്ച 9 പെൺകുട്ടികളെപ്പറ്റി നമ്മൾ ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം ഇത്യാദി നവവിധ ഭക്തിമാർഗങ്ങളെപ്പറ്റി പ്രതിപാദിച്ചു എങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു ഉദാത്തമായിരിക്കുന്നൊരു സ്ഥിതിവിശേഷം ഈ 9 പെൺകുട്ടികൾക്കുണ്ട്. ദേവീഭാഗവതത്തിൽ നമ്മൾ കാണുന്ന നവകുമാരിമാർ, അതുപോലെ തന്നെ നമ്മുടെ ദേവി ഭാഗവതം പോലെ ദേവി മാഹാത്മ്യത്തിൽ നമ്മൾ കാണുന്ന നവദുർഗകൾ, പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കുഷ്മാണ്ഡേതി ചതുർത്ഥകം,
പഞ്ചമസ്കന്ധമാതീതി ഷഷ്ടം കാത്യായനീതി ച സപ്തമം കാളരാത്രീതി മഹാഗൗരീതി ച അഷ്ടമം നവമ സിദ്ധിത. അപ്പോൾ ഈ നവദുർഗമാരെ പറ്റി സ്തുതിച്ചുകൊണ്ട് നവരാത്രി കാലങ്ങളിൽ നമ്മൾ 9 ദിവസക്കാലം തള്ളി നീക്കിയിട്ടാണ് വിജയ ദശമിയിലേക്ക് എത്തുന്നത്. സന്ദർഭവശാൽ ഈ 9 പെൺകുട്ടികളുടെ ജനനത്തെപ്പറ്റി നമ്മൾ പ്രതിപാദിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു വിഷയത്തിലേക്ക് കടന്നേ മതിയാവും. പ്രകൃതിയാണമ്മ, പ്രകൃതിയാണ് സ്ത്രീ, പ്രകൃതിയാണ് വാസ്തവത്തിൽ വിദ്യ, പ്രകൃതിയാണ് ശ്രീവിദ്യ, പ്രകൃതിയാണ് വിദ്യ, പ്രകൃതിയാണ് മായ, പ്രകൃതിയാണ് ഭുവനേശ്വരി. അങ്ങനെ പ്രകൃതി എന്ന് പറയുന്നൊരവസ്ഥ പ്രഥമകൃതി എന്ന് പറഞ്ഞുകൊണ്ട് ദേവൻ്റെ, ഈശ്വരൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ ആദ്യം ഉണ്ടായ സൃഷ്ടി എന്നുള്ള മഹത്വപൂർണ്ണമായിട്ടുള്ളൊരു സ്ഥാനവും കൂടി പ്രകൃതിക്കുണ്ട്. ആ പ്രകൃതിയാണ് 9 അമ്മമാരായിട്ട്, ദുർഗമാരായിട്ട്, ദേവി ഭാഗവത്തിലേക്ക് വരുമ്പോൾ 9 കന്യകമാരായിട്ട്. അത് ഏറ്റവും രസകരമായിട്ടുള്ളൊരവസ്ഥ, ദേവി ഭാഗവത്തിലെ കന്യകമാർ തുടങ്ങുന്നത് 2 വയസ്സിൽ നിന്നാണ്. 2 വയസ്സിൽ തുടങ്ങുന്ന ആ കുട്ടിക്ക് നമ്മൾ വാസ്തവത്തിൽ കുമാരി എന്ന് പേരിട്ടുകൊണ്ട് 3 വയസ്സുള്ള ത്രിമൂർത്തി, 4 വയസ്സുള്ള കല്യാണി, ഇങ്ങനെ ഓരോരോ പേരുകളിട്ടുകൊണ്ടാണ് നവകുമാരിമാരെ. 10 വയസ്സുള്ള കുട്ടിയാണ് 9ാമത്തെ ആ നവകുമാരിമാരിൽ 9ാമത്തെ കുമാരി. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് കുമാരി എന്ന് പറയുന്ന തത്വം കുമാരതത്വം തന്നെയാണ്. കുമാരതത്വം മുരുകൻ്റെ തത്വമാണ്. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിയെ പിള്ളയാർ എന്നിങ്ങനെ പറയുന്ന ഗണപതിയോടൊപ്പം തന്നെ കുമരൻ, പിള്ളയാർ എന്ന് ഗണപതിയെപ്പറ്റി പറയുമെങ്കിൽ കുമരൻ എന്ന് ഭഗവാൻ സ്കന്ദനെ പറ്റി പറയുമ്പോൾ എപ്പോഴും കുമാരനാണ്. കുമാരൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മഭാവം തന്നെയാണ് കുമാരഭാവം. ആ കുമാരഭാവം തന്നെ സ്ത്രീകളിലേക്ക് കൊണ്ടുവന്ന് കുമാരി. നവകുമാരിമാരെ പറ്റി പറയുമ്പോൾ 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ് ഇങ്ങനെ ഏറി 10 വയസ്സാകുമ്പോൾ 9ാമത്തെ കുമാരിയായി അവിടെ വെച്ച് നിർത്തുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വാസ്തവത്തിൽ കുമാരിമാരെ പൂജിക്കാറില്ല. കുമാരിമാരുടെ തത്വം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൈവീതത്വം നമ്മളെ പ്രതിപാദിച്ചുകൊണ്ട് 10 വയസ്സിൽ വന്നു നിൽക്കുകയാണ് പതിവ്. ശബരിമലയിൽ പോകുമ്പോഴും 10 വയസ്സ് കഴിഞ്ഞ് പോകാൻ പാടില്ല എന്നെല്ലാം പറയുന്നതിൻ്റെ പൊരുൾ മറ്റൊന്നാണെങ്കിൽ തന്നെ അവിടെയും നമ്മൾ ഈ കുമാരി എന്ന് പറയുന്ന ഭാവത്തെയും കുമാരൻ എന്ന് പറയുന്ന ഭാവത്തെയും ബ്രഹ്മഭാവത്തെയാണ് അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാതിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഏതായാലും കപിലൻ ജനിക്കുന്നതിന് മുമ്പ് ദേവഹൂതിക്ക് കർദമ പ്രജാപതിയിൽ 9 സ്ത്രീരത്നങ്ങളുണ്ടായി. അവരെയെല്ലാം തന്നെ വേളി കഴിച്ചു കൊടുക്കുന്ന രംഗം ഭാഗവത്തിൽ 9 പേർക്ക് ഇങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന രംഗങ്ങളെല്ലാം തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ വേളി കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പുരുഷനെ സ്വീകരിക്കുകയാണ് സ്ത്രീ. അവിടെ സ്ത്രീ എന്ന് പറയുന്ന പ്രകൃതി, ദേവി എന്ന് പറയുന്ന മഹത്വപൂർണ്ണമായിരിക്കുന്ന ശക്തി സ്വീകരിക്കുന്ന പുരുഷനോടുകൂടി പൂർണ്ണതയെ കൈവരിക്കുകയാണ്. ഈ പൂർണ്ണത എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ അല്ലെങ്കിൽ പ്രകൃതി എന്നും പുരുഷനെന്നും പറയുന്ന രണ്ടിൻ്റെയും സമഞ്ജസമായിട്ടുള്ള സമ്മേളനത്തിലൂടെ സാധിക്കുന്നതാണ് പൂർണ്ണത. ആ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് 9 കുമാരിമാരെ വേളി കഴിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അന്തർലീനമായിട്ട് കിടക്കുന്ന രഹസ്യം ഈ സ്ത്രീരത്നങ്ങളെയെല്ലാം തന്നെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെയും നമ്മൾ വാസ്തവത്തിൽ ശ്രദ്ധിക്കാനുള്ളത് 9 പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞിട്ട് 10ാമത്തെ ഒരു ആൺകുട്ടിയായിട്ട് ഭഗവാൻ ജനിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്നുള്ളത് അടിവരയിട്ട് നമ്മൾ പഠിക്കണം. നമ്മളെല്ലാവരും തന്നെ ജനിച്ചത് പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപൂർണമായിട്ടുള്ള ഒരു ശിശുവായിട്ട് ജനിച്ചിട്ട് ശിശു ഒരു പശു സമാനം വിദ്യ ഒന്നുമില്ലാതെ അജ്ഞാനത്തിൽ ഇങ്ങനെ അന്ധകാരത്തിൽ മുങ്ങിത്തപ്പി കിടക്കുന്ന രീതിയൊന്നും അരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂർണ്ണതയിലേക്ക് നമ്മൾ പോകുന്നത്. എല്ലാ തരത്തിലും പൂർണ്ണത എന്ന് പറയുന്നത് ഭാഗവത്തിൽ വളരെ വ്യക്തമായിട്ടും ഭഗവാൻ പറയുന്നുണ്ട്. കുചേലനോടൊപ്പം ഇരുന്നു കൊണ്ടാണ് പറയുന്നത്. ഈ പറയുന്ന ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഗുരുവരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു പുമാൻ, ഒരു പുരുഷൻ അയാൾ പൂർണ്ണതയെ കൈവരിച്ചേ മതിയാവും. ആ പൂർണ്ണത എന്ന് പറയുന്ന ഈശ്വരൻ്റേതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ അടിവരയിട്ട് മനസ്സിൽ ഇങ്ങനെ ഊട്ടിയുറപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് ഗൗരവപൂർവ്വം നമുക്ക് കടക്കാൻ കഴിയും. അത്തരത്തിൽ ഗൗരവത്തിലേക്ക് കടക്കണമെങ്കിൽ ഒരു പൂർണ്ണത കൈവരിക്കുന്ന രംഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് 9 കുമാരിമാർ, 9 പെൺകുട്ടികൾ ആദ്യം ജനിക്കുന്നത്. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്ന പ്രകൃതിയുടെ 9 ഭാവങ്ങളായി, നവദുർഗകളോ നവകുമാരിമാരോ ആയി. ഇനി ശ്രവണാദി ആത്മസമർപ്പണം വരെയുള്ള 9 ഭക്തിയുടെ തട്ടുകളാണ്, അതോ ആയിക്കൊള്ളട്ടെ. എല്ലാ തരത്തിലും നവം എന്ന് പറയുന്ന ഈ 9ൻ്റെ പ്രാധാന്യം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ യാത്ര
നമ്മുടെ ഈ പ്രയാണം നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കേണ്ടത് പൂർണ്ണതയിലാണ്. ഒരു പൂർണ്ണത കൈവരിക്കാതെ നമ്മൾ ചത്തുപോകാൻ പാടില്ല, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ മരിച്ചു പോയിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാ തരത്തിലും പൂർണ്ണത കൈവരിച്ചുകൊണ്ട് വേണം ഒരു മനുഷ്യൻ്റെ അന്ത്യം കുറിക്കാൻ, ഒരു പുരുഷൻ്റെ അന്ത്യം കുറിക്കാൻ എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് കപിലാവതാരത്തെ കാണണം. അപ്പോൾ ഈ സ്ത്രീരത്നങ്ങളെയെല്ലാം തന്നെ പരിപാലിക്കാനുള്ള ബുദ്ധിമുട്ട് ദേവഹൂതി കർദമ പ്രജാപതിയോട് പറയുന്നുണ്ട്. പക്ഷേ കർദമ പ്രജാപതി തൻ്റെ എല്ലാവരുടെയും, പ്രജാപതിമാരുടെ എല്ലാവരുടെയും പിതാവായിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് സങ്കടം ഉണർത്തിക്കുമ്പോൾ ആ ബ്രഹ്മദേവൻ തന്നെ തൻ്റെ ആദ്യത്തെ സൃഷ്ടിയിൽപ്പെട്ടിട്ടുള്ള മരീചി തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള ഋഷീശ്വരന്മാർക്ക് ഈ 9 കുട്ടികളെ വേളി കഴിച്ചു കൊടുക്കുന്ന രംഗവും നമ്മൾ ഈ പറയുന്ന ഭാഗവതത്തിലെ കപിലാവതാരം കഴിഞ്ഞിട്ടുള്ള അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും അവരെ പൂർണ്ണതയിലേക്ക് വിട്ടിട്ട് വീണ്ടും ദേവഹൂതി എന്ന് പറയുന്ന കർദമ പ്രജാപതിയുടെ ധന്യയായിരിക്കുന്ന സതീരത്നം ഭാര്യ, അവളും വാസ്തവത്തിൽ പൂർണ്ണതയെ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ മനുഷ്യന്മം കിട്ടിയിട്ട് പൂർണ്ണത മനസ്സിലാക്കാതെ, പൂർണ്ണത എന്ത് എന്ന് പിടുത്തം കിട്ടാതെ, അതായത് ഈശ്വര സാക്ഷാത്കാരം, അപ്പോൾ ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കാതെ ജന്മം പാഴായി പോകരുത് എന്നുള്ള ദൃഢനിശ്ചയമുള്ള ദേവഹൂതി വാസ്തവത്തിൽ അർത്ഥിച്ചതിൻ്റെ പുറത്താണ് ഈ 9 പെൺകുട്ടികൾ മാത്രം പോരാ, 10ാമത് ഇരിക്കട്ടെ ഭഗവാൻ തന്നെ അവതരിക്കുക. ഇവിടെയും വാസ്തവത്തിൽ ഒരു അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, വേദം എല്ലാം തന്നെ പഠിച്ച് വേദഗർഭനായിരിക്കുന്ന ഈ ബ്രഹ്മാവ് വേദോക്തം ആചരിപ്പേൻ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ പഞ്ചഭൂതങ്ങളോട് കൂടിയിട്ടുള്ള ഈ ശരീരത്തെ ഭഗവാൻകൽ ഉറപ്പിക്കുക. അപ്പോൾ എല്ലാ തരത്തിലും ഈ പഞ്ചഭൂതനിർമ്മിതമായിരിക്കുന്ന ശരീരത്തെ ധ്യാനം, യോഗം അല്ലെങ്കിൽ ജ്ഞാനം ഇത്യാദി കാര്യങ്ങളെ കൊണ്ട് നിഷ്കാമഭക്തിയാൽ എന്നാണ് ഇവിടെ പ്രയോഗിച്ചത്, നിഷ്കാമഭക്തി. അപ്പോൾ എങ്ങനെ ഈ പഞ്ചഭൂതനിർമ്മിതമായിരിക്കുന്ന ശരീരത്തെ പഞ്ചേന്ദ്രിയന്യമായിട്ടുള്ള വികാരങ്ങൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി അതിനെയെല്ലാം തന്നെ വാസ്തവത്തിൽ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോയി ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനായിട്ട് നിഷ്കാമഭക്തി അതെല്ലാം തന്നെ ഉപദേശിച്ചു കൊടുക്കുന്ന രംഗങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഭക്തിയുടെ വ്യത്യസ്ത ഭാവങ്ങളെല്ലാം തന്നെ കപിലൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭക്തിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ സൂചിപ്പിച്ചതും പരമാത്മാവിനോട് തോന്നുന്ന അദമ്യമായിരിക്കുന്ന സ്നേഹം, പ്രേമം, അതാണ് ഭക്തി. അപ്പോൾ ഇവിടെയും വാസ്തവത്തിൽ ഭക്തിയുടെ പാരമ്യത്തിൽ ഇവിടെ കർദമ പ്രജാപതിയുടെ വീര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തപസ്, ശക്തമായിരിക്കുന്ന ഉപാസന അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെ കൊണ്ട് സാക്ഷാൽ ജഗദീശ്വരൻ ഹരി കർദമ പ്രജാപതിയിൽ പ്രസാദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീര്യത്തിലൂടെ, അപ്പോൾ ഏതൊരു വീര്യമാണോ ഈ പ്രജനനത്തിന് വേണ്ടി പ്രയോഗിക്കുന്നത്, അത്തരത്തിലുള്ള വീര്യത്തിലൂടെ ഭഗവാൻ ഹരി കർദമ പ്രജാപതിയിലൂടെ കടന്നുകൂടിയിട്ട് ദേവഹൂതിയിലെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് അവിടെ ഒരു കുട്ടിയായിട്ട് അങ്ങനെ ഗർഭപാത്രത്തിൽ വളർന്നു വന്നിട്ട് അവതരിക്കുന്ന ആ കപിലവാസുദേവനാണ് അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശം. കഴിഞ്ഞ ദിവസം നാരായണീയത്തിലെ ഒരു ദശകത്തിൽ വെറും 8 ശ്ലോകങ്ങളിലൂടെ ഭട്ടേരിപ്പാട് പ്രതിപാദിച്ച് നമ്മൾ വായിച്ചു. വളരെയേറെ ചുരുക്കിയാണെങ്കിലും അതിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അംശങ്ങൾ, അതായത് ക്രക്സ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എല്ലാം ഭട്ടേരിപ്പാട് അവിടെ എടുത്തുകൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും മുതിരുകയാണ് ഈ കപിലവാസുദേവൻ. കാത്, ത്വക്ക്, അതായത് നമ്മുടെ കണ്ണ്, കാത് എന്നൊരു ചെവി, ത്വക്ക് തൊലി, ഇതെല്ലാം തന്നെ കണ്ണ്, നാവ്, അതുപോലെ തന്നെ മൂക്ക്, വാക്ക്, കരങ്ങളും കാലും, അതുപോലെ തന്നെ മേഢ്രം വായുവുമായി 10 ഇന്ദ്രിയങ്ങൾ. അത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമാണ്. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും അതിൻ്റെ കൂടെ മനസ്സും ബുദ്ധിയും അതും കൂടി ചേർന്ന് മഹദഹങ്കാരം, ചിത്തം, ഇങ്ങനെ അതെല്ലാം കൂടി ചേർന്ന് തത്വങ്ങളെ പറ്റിയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതിപാദനം. ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന നമ്മളെല്ലാവരും തന്നെ ചില തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് ജനിക്കുന്നത് എന്ന് ചെറിയ ഒരു രീതിയിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ശബ്ദം എന്ന് പറയുന്ന തത്വം, ഈ പറയുന്ന 36 തത്വമായാലും 24 തത്വമായാലും 25 തത്വമായാലും ആ തത്വങ്ങളിലെല്ലാം തന്നെ തുടങ്ങുന്നത് ഈ ശബ്ദത്തിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി. ശബ്ദം എന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റ് തന്മാത്രകൾ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇങ്ങനെയുള്ള 5 തന്മാത്രകൾ അതെല്ലാം തന്നെ തത്വങ്ങളാണ്. അതിനോട് ബന്ധപ്പെട്ട 5 ഭൂതങ്ങൾ, ആകാശം മുതൽ ഭൂമി വരേക്ക് പഞ്ചഭൂതങ്ങൾ, അതും തത്വങ്ങളാണ്. ഇങ്ങനെ 5 5 10 തത്വങ്ങളെ കൂടാതെ അതിൽ നിന്ന് ഇങ്ങനെ ജനിച്ചു വീഴുന്ന പഞ്ചേന്ദ്രിയങ്ങൾ 2
ഭാഗമായിട്ടാണ് ജ്ഞാനേന്ദ്രിയങ്ങളെന്നും കർമ്മേന്ദ്രിയങ്ങളെന്നും പറഞ്ഞ് ഉണ്ടാകുന്ന ഈ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ അത് 10ആണ്. അങ്ങനെ 10 10 26 ഇതെല്ലാം നല്ല തത്വങ്ങളായിട്ട് ഇവിടെ പ്രതിപാദിക്കപ്പെടുകയാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി താത്വികമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് കപിലവാസുദേവൻ അതിനെ യുക്തിസഹമായിട്ടുള്ള രീതിയിലെന്ന് പറയാം. സാഖ്യം എന്ന് പറയുന്ന യോഗശാസ്ത്രത്തിൻ്റെ എല്ലാ തരത്തിലുള്ളൊരു വക്താവാണ് ഈ കപിലവാസുദേവൻ. സാഖ്യം. അപ്പോൾ സാഖ്യം എന്ന് പറഞ്ഞാൽ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ ഈശ്വരനെ കണ്ടുപിടിക്കുക. അവിടെയാണ് പുരുഷനെന്നും അതുപോലെ ഈ പറയുന്ന പ്രകൃതി എന്ന് പറയുന്ന 2 പേരുകൾ ഉണ്ടായത്. അല്ലെങ്കിൽ ബ്രഹ്മം മായ എന്നോ ഈശ്വരൻ ഈശ്വരി എന്നോ ഭഗവാൻ ഭഗവതി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാഖ്യയോഗത്തിൽ നമ്മൾ പ്രകൃതി പുരുഷന്മാരെ കാണുന്നു. ആ പ്രകൃതി പുരുഷന്മാരിൽ പ്രകൃതിയിൽ നിന്ന് സംഭൂതമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി ഉണ്ടായിരിക്കുന്ന ഈ പുരുഷനിൽ നിന്നുണ്ടായിരിക്കുന്ന അവസ്ഥ അത് തത്വങ്ങളെ കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി തത്വം വരേക്കെത്തി. ആ ഭൂമിയിൽ ഈ പറയുന്ന പഞ്ചഭൂതങ്ങളിൽ ശേഷിച്ച എല്ലാം തന്നെ കലർന്നിരിക്കുന്നു. അപ്പോൾ ഭൂമി എന്ന് പറയുന്ന തത്വത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ശബ്ദാതന്മാത്രകളെല്ലാം തന്നെ കൂടിക്കുഴഞ്ഞ് അതിലൂടെ ഉണ്ടായതായിട്ടുള്ള ആകാശാദി പഞ്ചഭൂതങ്ങളിൽ 4 കൂടി ചേർന്ന് 5 കൂടി ചേർന്നിട്ടുള്ള ഒന്നാണ് ഭൂമി തത്വം സൃഷ്ടിയുടേത്. അങ്ങനെ ഒരധ്യായത്തിൽ നമ്മൾ സൃഷ്ടിയുടെ പ്രത്യേകത എല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ശരീരം, അതും ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ചെറിയ പതിപ്പായിരിക്കുന്ന പിണ്ടാണ്ടം എന്ന് വിശേഷിപ്പിക്കുന്ന ശരീരം, അവിടെയും ഇതെല്ലാം കാണാം. അപ്പോൾ മണ്ണും അതുപോലെ ഈ പറയുന്ന ജലവും അഗ്നിയും വായുവും ആകാശവും അതിനെല്ലാം തന്നെ കാരണമായിരിക്കുന്ന ശബ്ദായ തന്മാത്രകളും ഇതെല്ലാം തന്നെ പഞ്ചീകരിക്കപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ പ്രത്യേകത ഈ പറയുന്ന ശരീരത്തിലും കാണാം, പിണ്ടാണ്ടത്തിലും കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വാസ്തവത്തിൽ ഈശ്വരനിലേക്കുള്ള യാത്ര. അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ജന്മം സഫലമാക്കാം ഇത്യാദി കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നഭസ്സിൻ ഗുണമാം, അതിൻ്റെയൊക്കെ ഗുണമൊക്കെ പറയുന്നുണ്ട്. നഭസ് എന്ന് പറഞ്ഞാൽ ആകാശം. നഭസ്സിൻ ഗുണമാം ശബ്ദം ഗ്രഹിക്കുവത് കർണമാം. ഇവിടെയെല്ലാം തന്നെ ശിവപുരാണത്തിലൊരു ഭാഗത്ത് വളരെ ഗംഭീരമായിട്ട് ഈ രംഗം അവതരിപ്പിക്കുന്നുണ്ട്. അവതാരങ്ങളെപ്പറ്റി പറയുമ്പോഴാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നഭസിൻ ഗുണമാം ശബ്ദം, ആകാശത്തിൻ്റെ ശബ്ദമാണ് ഗുണം. അതായത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇങ്ങനെ 5 കൂട്ടം തന്മാത്രകളിൽ നിന്ന് എങ്ങനെ ആകാശമുണ്ടായി? ശബ്ദത്തിൽ നിന്ന്. ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായിട്ട് പിന്നാലെ വരുന്ന വായു എന്ന് പറയുന്നത് സ്പർശത്തിൽ നിന്നുണ്ടായി. പക്ഷേ ഈ ആകാശത്തിൽ നിന്ന് സ്പർശത്തിൻ്റെ ഗുണം പേറിക്കൊണ്ട് വായു ഉണ്ടായപ്പോൾ വായുവിന് ഈ പറയുന്ന ശബ്ദത്തിൻ്റെ ഗുണവുമുണ്ട്, സ്പർശത്തിൻ്റെ ഗുണവുമുണ്ട്. ഇതാണ് രഹസ്യം. അത് കഴിഞ്ഞ് ആകാശത്തിൽ നിന്നുണ്ടായ വായുവിനെ തുടർന്ന് 3ാമത് അഗ്നി ഉണ്ടായപ്പോൾ അഗ്നിയുടെ ഗുണമായിട്ട് രൂപം, പഞ്ചതന്മാത്രകളിൽ രൂപമാണ്. അപ്പോൾ ഈ ശബ്ദം, സ്പർശം, രൂപം എന്ന് പറയുന്ന 3ഉം അഗ്നിയുടെ ഗുണങ്ങളായിട്ട് വന്നു, കലർന്നു. എന്നിട്ട് അത് വീണ്ടും ജലത്തിലേക്ക് വരുമ്പോൾ, പഞ്ചഭൂതങ്ങളിൽ മറ്റൊന്ന് ജലത്തിലേക്ക് വരുമ്പോൾ ജലത്തിൻ്റെ ഗുണമായി ഇരിക്കുന്ന രസം, അതും കലർന്നു. ശബ്ദം, സ്പർശം, രൂപം, രസം. ഗന്ധം എന്ന് പറയുന്ന ഒരു ഗുണമാണ് ഭൂമിയിൽ ആരോപിതമായിരിക്കുന്നത്. പക്ഷേ ഭൂമി ഉണ്ടായപ്പോൾ അവിടെ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഇതെല്ലാം കലർന്നു. അതായത് ഈ ഭൂമി എന്ന് പറയുന്ന ആ സ്ഥിതിവിശേഷം സൃഷ്ടമായപ്പോൾ സൃഷ്ടിക്ക് ഉതകുന്ന എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്നിട്ട് അവിടെ ഇല്ലാത്തതായിട്ട് യാതൊന്നുമില്ല. ശബ്ദാദി പഞ്ചതന്മാത്രകളും കാണാം, അതുപോലെ ആകാശാദി പഞ്ചഭൂതങ്ങളും എല്ലാം തന്നെ സമന്വയിക്കപ്പെട്ട ഒരവസ്ഥ. എന്നിട്ട് അതിനെ മനുഷ്യശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ഈ പറയുന്ന ആദ്യത്തെ രംഗത്ത് പറയുന്ന നഭസ്യൻ ഗുണമാം ശബ്ദം, ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദം ഗ്രഹിക്കുവത് കർണമാം. ഈ കർണമെന്ന് പറയുന്ന ചെവിയാണ് ശബ്ദം കേൾക്കുന്നത്. നല്ലപോലെ ചിന്തിക്കേണ്ട ഒരു വിഷയം, ലഘൂകരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ചെവി എന്ന് പറയുന്ന കർണപുടങ്ങൾ കേൾക്കാനുള്ളതാണ്. കേൾക്കണമെങ്കിൽ ശബ്ദം വേണം. അപ്പോൾ നേരത്തെ പറഞ്ഞു ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായി എന്ന്. അങ്ങനെ ശബ്ദത്തിൽ നിന്ന് ഓങ്കാരത്തിൽ നിന്ന് ആകാശമുണ്ടായി എങ്കിൽ ആ ആകാശത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ഗുണമായിരിക്കുന്ന ശബ്ദം അത് കേൾക്കുന്നതിന് മനുഷ്യ ശരീരത്തിൽ ചെവി എങ്ങനെ ബന്ധപ്പെട്ടു? ചെവി എന്ന് പറയുന്ന നമ്മുടെ ഇന്ദ്രിയം ആകാശവുമായിട്ടും ശബ്ദമായിട്ടും ബന്ധപ്പെട്ടു എന്ന്. ഇത് ശിവപുരാണാദി പുരാണങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ അത് ഓരോരോ അവതാരങ്ങളായിട്ട് കൂടി പറയുന്നുണ്ട്. സദ്യോജാതൻ, തത്പുരുഷൻ, അഘോരൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശിവൻ്റെ അവതാരങ്ങളെപ്പറ്റി പറയുമ്പോഴും ഈ കർണത്തോട്, ചെവിയോട്, ആകാശത്തോട്, അതിന് കാരണമായിരിക്കുന്ന ശബ്ദത്തോട് ഇങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് പറയുന്നത് നഭസ്സിൻ ഗുണമാം ശബ്ദം ഗ്രഹിക്കുവത് കർണമാം, വായുവിൻ ഗുണമാം സ്പർശം.
ഈ വായുവിൻ്റെ ആണ് സ്പർശം, ടച്ചിങ്, അല്ലെങ്കിൽ സ്പർശം എന്ന് പറയുന്ന ഗുണം വായുവിനുണ്ട്, ഗ്രഹിക്കുന്നു ചർമ്മവും. അപ്പോൾ ഈ പറയുന്ന പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന ഉണ്ടായിട്ടുള്ള ഈ ശബ്ദമായാലും ശബ്ദത്തിൽ നിന്ന് ശബ്ദം കേൾക്കാൻ വരുത്തുന്ന കർണം ഇത്യാദി അവയവങ്ങളായാലും ബന്ധപ്പെട്ട് കിടക്കുന്ന രീതി, ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വായുവും അതുപോലെ അഗ്നിയും ജലവും ഉണ്ടായപ്പോൾ അവയ്ക്കെല്ലാം തന്നെ ഗുണങ്ങളുണ്ട്. വായു എന്ന് പറയുന്ന രണ്ടാമത്തെ പഞ്ചഭൂതങ്ങളിൽ ആ രണ്ടാമത്തേത്, അതിലൂടെ ഉണ്ടാകുന്ന സ്പർശസുഖം അത് അനുഭവിക്കണമെങ്കിൽ ത്വക്ക് വേണം. അപ്പോൾ ഇവിടെ ചെവി എന്നും ത്വക്കെന്നും പറയുന്ന രണ്ട് ശരീരഭാഗങ്ങളെ കൂട്ടി ഇണക്കിക്കൊണ്ട് മൂന്നാമത് നഭസിൻ ഗുണമാം ശബ്ദം, അതുപോലെ ഗ്രഹിക്കുവത് കർണമാം, വായുവിൻ ഗുണമാം സ്പർശം, ഗ്രഹിക്കുവത് ചർമ്മവും, തേജോ ഗുണവിശേഷത്തെ, തേജസ് എന്ന് പറഞ്ഞാൽ അഗ്നി പ്രകാശം, അപ്പോൾ തേജോ ഗുണവിശേഷം, അപ്പോൾ അഗ്നിയുടെ ഗുണമാണ് തേജസ്, ആ വിശേഷം മുഴുവൻ ഗ്രഹിക്കുന്നത് നേത്രമാ, കണ്ണ്. കണ്ണുകൊണ്ട് അഗ്നിയെ കാണുന്നു, രൂപത്തെ കാണുന്നു. അഥവാ ഈ അഗ്നി എന്ന് പറയുന്നതിന് കാരണമായിരിക്കുന്ന രൂപം അത് ഗ്രഹിക്കുന്നതിന് കണ്ണു വേണം. പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പഞ്ചഭൂതങ്ങളെയും അതുപോലെ പഞ്ചതന്മാത്രകളെയും പഠിച്ചുകൊണ്ടാണ് ഈ സൃഷ്ടിയുടെ വൈചിത്ര്യമെന്ന സ്ഥിതിവിശേഷം കപിലൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. തേജോ ഗുണവിശേഷത്തെ ഗ്രഹിക്കുന്നത് ഈ പറയുന്ന നേത്രമാം, അതുപോലെ അംഭോ ഗുണവിശേഷത്തെ ജലം എന്ന് പറയുന്ന വിശേഷത്തെ ഗ്രഹിക്കുവത് ജിഹ്വ, നാക്ക്. അപ്പോൾ നാക്ക് വേണം രുചിച്ചറിയാൻ അല്ലെങ്കിൽ രസമറിയാനായിട്ട്. രസമെന്ന് പറയുന്ന ഗുണത്തിലൂടെ ഉണ്ടായ പഞ്ചഭൂതങ്ങളിലൊന്നായ ജലം ബന്ധപ്പെട്ട് കിടക്കുന്ന നാക്കിനോട്. അതുപോലെ ഭൂവിൻ ഗുണവിശേഷത്തെ, ഭൂമി എന്ന് പറയുന്ന ഗുണവിശേഷമാണ് ഗന്ധം, അത് ഗ്രഹിക്കുന്നത് നാസിക. അപ്പോൾ മൂക്ക്, നാക്ക്, കണ്ണ്, ചെവി, ത്വക്ക് എന്ന് പറയുന്ന ശരീരത്തിലെ എല്ലാ തരത്തിലുള്ള ഈ ഗ്രഹണേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ കർമ്മേന്ദ്രിയങ്ങളായാലും ജ്ഞാനേന്ദ്രിയങ്ങളായാലും അവയെല്ലാം തന്നെ ബന്ധപ്പെട്ട് ഈ പറയുന്ന പഞ്ചഭൂതങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനെല്ലാം കാരണമായിരിക്കുന്ന പഞ്ചതന്മാത്രകളോടും ബന്ധപ്പെട്ട് കിടക്കും. ഇത് രഹസ്യം. അപ്പോൾ എല്ലാ തരത്തിലും കപിലവാസുദേവൻ സാഖ്യയോഗത്തിൻ്റെ യുക്തിസഹമായിട്ടുള്ള താത്വിക ദർശനത്തിൻ്റെ വക്താവായിരിക്കുന്ന അദ്ദേഹം അമ്മയെ ഉപദേശിക്കുന്നത് ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി എന്ന് പറയുന്നത് ശബ്ദത്തിൽ നിന്ന് തുടങ്ങി, ആ ശബ്ദത്തിൽ നിന്ന് തുടങ്ങിയ സൃഷ്ടിയുടെ ആ പ്രത്യേകതകളുണ്ട്. പഞ്ചഭൂതങ്ങളും അതിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങളും ഉണ്ടായി. അവയെല്ലാം തന്നെ പരസ്പരം പഞ്ചീകരിച്ച് കിടക്കുന്നു, ബന്ധപ്പെട്ട് കിടക്കുന്നു, യോജിച്ച് കിടക്കുന്നു. അവയുടേതെല്ലാം അവയുടെ എല്ലാത്തിൻ്റെയും കൂട്ടുകെട്ട്. അതുകൊണ്ടാണ് ശരീരമുണ്ടായത്, പ്രപഞ്ചവും അതുപോലെ തന്നെ. വളരെ രസകരമായിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, ഒരു ശരീരം എന്ന് പറയുന്ന മനുഷ്യ ശരീരം, അത് ബന്ധപ്പെട്ട് കിടക്കുന്ന പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്ന പഞ്ചതന്മാത്രകളും ഇവയെ എല്ലാം തന്നെ വേണ്ട രീതിയിൽ ഗ്രഹിക്കണമെന്നാണ്. ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ പഞ്ചതന്മാത്ര സഹായക എന്ന് പ്രത്യേകിച്ചൊരു മന്ത്രം കാണാം. പഞ്ചതന്മാത്ര സഹായക. ഈ പഞ്ചതന്മാത്ര സഹായക എന്ന് പറയുന്ന ദേവിയുടെ കയ്യിലെ 5 ആ സഹായകങ്ങൾ അഥവാ ഈ പറയുന്ന അമ്പ് അത് പഞ്ചതന്മാത്രകളാണെന്ന് പറയുമ്പോൾ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാണ്. ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ശബ്ദം, രൂപം, രസം, ഗന്ധം എന്നെല്ലാം പറയുന്നത് ബന്ധപ്പെട്ട് കിടക്കുന്ന ആകാശം, വായു, അതിനെ തുടർന്നുള്ള അഗ്നി, ജലം, ഭൂമി എന്ന് പറയുന്ന പോലെ ഇവയെല്ലാം തന്നെ ഗ്രഹിക്കാനുള്ള ശരീരത്തിലെ അവയവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓരോരോ ഭാഗങ്ങൾ ഇതുമായിട്ട് യോജിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ കാണണമെന്ന് ചുരുക്കം. ഈ മൊത്തം പ്രപഞ്ചത്തെ നമ്മൾ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി കാണണം. ഇതിൻ്റെ ഏറ്റവും രഹസ്യഭാവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ബൃഹത്തായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ, ഈ വിശ്വത്തിൻ്റെ, ലോകത്തിൻ്റെ ചെറിയ പതിപ്പാണ്. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഇവിടെ ജനിച്ചു എന്ന് പറയുമ്പോഴും പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്നുള്ള കാര്യം വിട്ടുപോകരുത്. ഇക്കാര്യം ഏറ്റവും രസകരമായിട്ട് എഴുത്തച്ഛനാണ് പാടിയത് തൻ്റെ ഭാഗവത്തിൽ. ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശൻ്റെ കാരുണ്യത്തിൽ കേവലം ഒന്നായി കണ്ടേൻ, അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങളൊന്നുമേ കാണുവാനില്ല, ഞാൻ ഒഴിഞ്ഞൊരിടത്തും എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിന് കാരണക്കാരനായിരിക്കുന്ന ഈശ്വരനും പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ഞാനും എൻ്റെ ഗുരുവും. അപ്പോൾ 4 പേരെയാണ് ഇവിടെ പ്രത്യേകിച്ച് താരതമ്യപ്പെടുത്തി അല്ലെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് പാടിയത്. ഈശനും പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശൻ്റെ കാരുണ്യത്തിൽ കേവലം ഒന്നായി കണ്ടേൻ. ഞാനിവിടെ ഊന്നിപ്പറയാനുള്ള ഇതിന് പ്രധാനപ്പെട്ട കാരണം മോക്ഷം എന്ന് പറയുന്ന ഗതി അത് ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്ന രംഗം വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.
കപിലൻ്റെ ഗീത വായിച്ച് പഠിച്ച അമ്മ, ഈ ദേവഹൂതി എന്ന് പറയുന്ന അമ്മ എങ്ങനെ മുമുക്ഷുവായി എന്നിട്ട് മോക്ഷത്തെ പ്രാപിച്ചു എന്ന് ചിന്തിച്ചാൽ അവിടെ പറയുന്ന മുഴുവൻ താത്വികമായിട്ടുള്ള വിശകലനമാണ്. നമ്മൾ കേൾക്കുന്നവരും പറയുന്ന ഞാനും എല്ലാവരും തന്നെ കണ്ണിനെപ്പറ്റി ഇങ്ങനെ പഠിക്കുമ്പോൾ കണ്ണുകൊണ്ട് എന്ത് കണ്ടു, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കണ്ട ആ രൂപം അത് വാസ്തവത്തിൽ അഗ്നിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ ഒന്നിനെപ്പറ്റി വിശദമായിട്ടുള്ള വിശകലനം പ്രത്യേകിച്ച് വേണ്ട. അതേ രീതിയിലുള്ള പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണായാലും ഈ നാക്കായാലും, നാക്കിനോട് ബന്ധപ്പെട്ട് നാവിൻ്റെ രസം അതെല്ലാം തന്നെ ആസ്വദിക്കുന്നതിന് നമ്മൾ ഇങ്ങനെ ജലത്തോട് ബന്ധപ്പെട്ടപ്പോൾ പഞ്ചഭൂതങ്ങളിൽ മറ്റൊന്നായില്ലേ. അതുപോലെ ഗന്ധം എന്ന് പറയുന്ന മൂക്കുകൊണ്ട് നമ്മൾ ആ ശ്വസനത്തിലൂടെ കിട്ടുന്ന ആ മണം അഥവാ ഗന്ധം, അത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂമിയും തമ്മിലുള്ള അപാരമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം അവിടെയും വന്നു. ഇങ്ങനെ പഞ്ചഭൂതനിർമ്മിതമായിരിക്കുന്ന ശരീരത്തിലെ പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ, ഇത്തരത്തിൽ അവയ്ക്കെല്ലാം തന്നെ അടിസ്ഥാനമായിരിക്കുന്ന പഞ്ചതന്മാത്രകൾ, ഇവയെല്ലാം തന്നെ ഘടിപ്പിച്ചുകൊണ്ടാണ് ഉപദേശം പോകുന്നത്. അതായത് ഒന്നുകൂടി പറഞ്ഞാൽ തത്വങ്ങളിൽ അധിഷ്ഠിതമായ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചതന്മാത്രകൾ 5, പഞ്ചഭൂതങ്ങൾ 5, പഞ്ചേന്ദ്രിയങ്ങൾ 5, 5, 10, അത് കഴിഞ്ഞിട്ട് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന 4, ഇങ്ങനെ 24. ആ 24 തത്വങ്ങൾ പോലെ തന്നെ ശൈവ സമ്പ്രദായത്തിൽ 36 തത്വങ്ങൾ കാണാം. അല്ലെങ്കിൽ 5 5 ഉടനെ 6 8 ഉടനെ 1 8 ഉടനെ 3 7 അധ എന്നെല്ലാം തന്നെ എഴുത്തച്ഛൻ പറയുന്ന രീതിയിലാണെങ്കിൽ സംഖ്യ വർദ്ധിക്കുന്നു. അങ്ങനെ സംഖ്യ വർദ്ധിച്ചിട്ട് 96 ആകാം, അതിനകത്ത് താഴത്തേക്ക് വരാം, കൂടാൻ കുറയാം. ഇത്തരത്തിൽ ആ തത്വസംഖ്യ നിരൂപണം, നിർണയമാണ് ഇവിടെ കപിലൻ ആദ്യം തന്നെ സ്വീകരിച്ചത്. എന്തുകൊണ്ട് അത്തരത്തിൽ ഉപദേശം തുടങ്ങി എന്നുള്ളത് കൂടി ചിന്തിക്കണം. അമ്മ എന്ന് പറയുന്ന ദേവഹൂതി തൻ്റെ സർവസ്വവും ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്തു പോരുന്നവളാണ്. അപ്പോൾ എല്ലാം തന്നെ ഈശ്വരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചു പോരുന്ന ദേവഹൂതിക്ക് ഈശ്വരൻ വേറെയല്ല എന്നും താൻ വേറെയല്ല എന്നും തൻ്റെ ശരീരം അത് ഉണ്ടാക്കപ്പെട്ട പഞ്ചഭൂതങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുകൂടി ബോധ്യമാകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ ഈ പറയുന്ന അധ്യായത്തിൽ ഇത്തരത്തിലുള്ള നിരൂപണം സംഖ്യയോഗകർത്താവായിരിക്കുന്ന കപിലൻ അമ്മയ്ക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തത്. ഒന്നുകൂടി നമുക്ക് ചിന്തിച്ചാൽ ഒരു കാര്യവും കൂടി വ്യക്തമാകും. ഈ ശരീരം എന്ന് പറയുന്നത് ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശരീരം എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെ സാധന, എങ്ങനെ ജപിക്കും? കിടന്നുകൊണ്ടാകാൻ പാടില്ലായികയില്ല. എങ്കിലും നമ്മൾ കുത്തിയിരുന്നു കൊണ്ട് ഓരോരോ ആസനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മനസ്സിനെ ക്രമീകരിച്ച് നേരെയാക്കിക്കൊണ്ട് ആ മനസ്സിനെ ഏകാഗ്രമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ട് ജപിക്കണമെങ്കിൽ ശരീരം നിലയ്ക്ക് നിൽക്കണ്ടേ, നേരെ നിൽക്കണ്ടേ? അതുകൊണ്ടാണ് ആദ്യത്തെ അവതാരം നമ്മൾ വരാഹാവതാരം വായിച്ചപ്പോഴും ആ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ ശരീരത്തെ വേണ്ട രീതിയിൽ യോഗ്യമാക്കുക എന്ന് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യോഗ്യമായിട്ടുള്ളൊരു ശരീരം, ആ ശരീരത്തെ എങ്ങനെ നിർമ്മിച്ചു എന്ന് പറയുന്ന താത്വികമായിട്ടുള്ള വിശകലനം ഇത്തരത്തിൽ ഈ കപിലവാസുദേവൻ ഇട്ടത്. ആ ശരീരത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ തേജസ് അഥവാ ഈ പറയുന്ന അഗ്നി എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളിലൊന്ന്, അതുപോലെ മറ്റ് ഇതര പഞ്ചഭൂതങ്ങളിൽപ്പെട്ടവ, അവയെ എല്ലാം തന്നെ വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിരുത്തി ചിന്തിച്ച് ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ചു വരുമ്പോൾ ഇവയെല്ലാം തന്നെ യോജിച്ചുകൊണ്ട് അവയെല്ലാം തന്നെ ഇങ്ങനെ സമഞ്ജസമായി സമ്മേളിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഞാനെന്ന് പറയുന്ന പരമതത്വത്തെ, പരമാത്മതത്വത്തെ, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഈശ്വരതത്വത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നമുക്ക് ആവശ്യമാണ്. ഒന്നുകൂടി ഞാൻ അടിച്ചുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാവരും ഈ ശരീരത്തെ വ്യക്തമായിട്ടും പഠിച്ചിരിക്കണം. ഈ ശരീരത്തിന് രോഗങ്ങൾ ഗ്രസിക്കാൻ എന്താ കാരണം? ശരീരത്തെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. വരാഹാവതാരം കഴിഞ്ഞിട്ട് കപിലാവതാരം വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ശരീരത്തെ ഇങ്ങനെ പിടിച്ചു കെട്ടാൻ സാധിക്കുന്നില്ല എങ്കിൽ, നഷ്ടപ്പെട്ടു പോയ ശരീരത്തെ വീണ്ടെടുത്തുകൊണ്ട് യഥായോഗ്യം അതിനെ സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്തു പ്രയോജനം? അപ്പോൾ എല്ലാ തരത്തിലും നഷ്ടപ്പെട്ട ശരീരമാണ് ഭൂമി എന്ന് വരുമ്പോൾ ആ ഭൂമിയെ വീണ്ടെടുത്തുകൊണ്ട് വന്ന് അതിന് യോഗ്യമായിട്ടുള്ളൊരു പദവി നൽകിക്കൊണ്ട് അതിൻ്റെ ഉദ്ദേശങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ ഭൂമിയെ കൊണ്ട് സാധിക്കേണ്ടതും അവയെല്ലാം തന്നെ സാധിച്ചെടുക്കാനുള്ളൊരു പ്രയത്നം വേണമെന്നാണ് ആദ്യത്തെ അവതാരം പഠിപ്പിക്കുന്ന പ്രധാന കാര്യം. നമ്മളെല്ലാവരും ശരീരത്തിൽ ബോധവാന്മാരായിരിക്കണം. ആധ്യാത്മിക വിഷയത്തിൽ അങ്ങേയറ്റത്തിൽ പരിസ്ഥിതിയിലെത്തിക്കുമ്പോൾ വേദാന്തത്തിൽ ശരീരത്തെ എല്ലാം തന്നെ തള്ളിക്കൊണ്ട് ആത്മാവിന് ഒരു പ്രഭാവവും ഭാവവും നമ്മൾ കൽപ്പിക്കും. അത് പിന്നെയാണ്. തുടക്കത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഈ ഭൂമിയുടെ പ്രാധാന്യം, നമ്മൾ കിടക്കുന്ന കിടപ്പടം, അതുപോലെ ഭൂമിയായിരിക്കുന്ന ശരീരത്തിൻ്റെ പ്രാധാന്യം,
ഇതെല്ലാം തന്നെ നല്ലപോലെ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധനാ സൗഭാഗ്യം, സാധനയിലൂടെയുള്ള നല്ലൊരു സമ്പാദ്യം നമുക്ക് സാധ്യമാകുന്ന രീതിയിലേക്ക് കടക്കാൻ കഴിയും. അതുകൊണ്ടാണ് കപിലവാസുദേവൻ്റെ ഉപദേശങ്ങളിൽ ആദ്യത്തേത് എന്ന് പറയുന്ന ആ അധ്യായത്തിൽ നമ്മൾ കാണുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന ആ ഉപദേശം നമ്മൾ കാണുന്നത് ശരീരത്തോട് പ്രപഞ്ചത്തെ ബന്ധപ്പെടുത്തി. പ്രപഞ്ചമെന്ന് പറയുന്നത് പഞ്ചീകരിക്കപ്പെട്ട പഞ്ചഭൂതങ്ങളെ കൊണ്ടും ആ പഞ്ചതന്മാത്രകളെ കൊണ്ടുമൊക്കെ പഞ്ചീകരിക്കപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ശരീരമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ശരീരത്തെ എങ്ങനെ രക്ഷിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടാണ് അടുത്ത അധ്യായത്തിലേക്ക് അദ്ദേഹം അമ്മയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ശരീരം കൊണ്ട് യോഗാവസ്ഥയെ പ്രാപിക്കണം. യോഗഗതിക്ക് ഈ ശരീരം ആവശ്യമാണ്. യോഗഗതി എന്ന് പറഞ്ഞാൽ യോഗം, യോഗത്തിൻ്റെ ഗതി. യോഗം എന്ന് പറഞ്ഞാൽ യോഗ ചിത്തവൃത്തി നിരോധക എന്ന് പതഞ്ജലി. യോഗത്തിൻ്റെ വേറൊരർത്ഥം മോക്ഷമെന്നാണ്, യോഗം. അപ്പോൾ യോഗം എന്ന് പറയുന്ന മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ ശരീരത്തെ ഉപയോഗിക്കണം. ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് യോഗ്യത സമ്പാദിച്ചെങ്കിൽ മാത്രമല്ലാതെ യോഗം എങ്ങനെ കിട്ടും? അപ്പോൾ സാക്ഷാത്കാരത്തിനും സമാധിക്കും അല്ലെങ്കിൽ മോക്ഷത്തിനുമൊക്കെ ആവശ്യമായ ശരീരത്തെ വേണ്ട രീതിയിൽ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മയെ ഉപദേശിച്ചുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഒരധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ ശരീരത്തിൽ ശരീരം കൊണ്ട് നേടേണ്ട നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് എന്തു വേണമെന്ന് പറയുന്നു, അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ശുചിസ്ഥലത്ത്, ശുദ്ധമായ സ്ഥലത്ത്, ശുചിസ്ഥലത്ത് ആസനമിട്ട് അതിന്മേൽ വളവെന്നിയെ നിവർന്നിരിക്കണം സ്വസ്തികാസനത്തിൽ ജിതാസനൻ. അപ്പോൾ അമ്മയ്ക്ക് ആസനാദി കാര്യങ്ങൾ, ധ്യാനത്തിൻ്റെ യോഗം, ഇതെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ശുചിസ്ഥലത്ത് നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടം അല്ലെങ്കിൽ ആ സ്ഥലം ശുചി അല്ലെങ്കിൽ ശുദ്ധമായിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം തന്നെ ഇന്ന് ശുചിത്വം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇല്ലാതെ പോരുന്നുണ്ട്. ഏതായാലും ഈ അടുത്ത കാലത്ത് ഈ ശുചീകരണത്തിന് പ്രാധാന്യം വർദ്ധിച്ചു വന്നു. ശൗചാലയങ്ങളെല്ലാം തന്നെ വളരെ കേവലമായിട്ട് എല്ലായിടത്തും സൃഷ്ടിക്കപ്പെട്ടു. അവിടെയെല്ലാം തന്നെ ശുചിത്വം എന്ന് പറയുന്ന കാര്യം, ശുദ്ധമായിട്ടിരിക്കുക എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ശുചിത്വം എന്ന് പറയുന്നത് ആഹാരാദി കാര്യങ്ങളിൽ പോലും മലിനമായിട്ടുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ വീട്ടിൽ പാടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും കിടക്കാൻ പാടില്ല. ശരീരത്തെ തന്നെ പറയുന്നത് മലമെന്നാണ്. മലം എന്ന് പറഞ്ഞാൽ അശുദ്ധമായത്. ഈ ശരീരമെന്ന് പറയുന്ന മലത്തെയാണ് നിർമ്മലമാക്കേണ്ടത്. നിർമ്മലമാക്കുക എന്ന് വെച്ചാൽ മലമില്ലാത്തത്. അപ്പോൾ മലമായിരിക്കുന്ന ശരീരത്തെ നിർമ്മലമാക്കണമെങ്കിൽ പരിതസ്ഥിതികൾ, അതുപോലെ സ്ഥലം, നമ്മൾ ഇരിക്കുന്ന പ്രദേശം, ഇതെല്ലാം തന്നെ ശുചിയായിട്ട് മാറണം. ചിന്ത ശുദ്ധമാകണമെങ്കിൽ ചിന്ത എവിടെ ഇരുന്നാണോ നമ്മൾ നടത്തുന്നത് ആ പ്രദേശവും കൂടി ശുദ്ധമായിരിക്കണ്ടേ. ദുഷിച്ച വായുവെല്ലാം തന്നെ പ്രവഹിക്കുന്നൊരു സങ്കേതത്തിൽ ഇരുന്നുകൊണ്ടാണ് ധ്യാനിക്കുന്നത് എങ്കിൽ ആ ദുഷിച്ച വായു അകത്തേക്ക് കടന്നിട്ട് നമ്മുടെ മലിനമായിരിക്കുന്ന മനസ്സിൻ്റെ ഉടമകളാകും. പൊള്യൂട്ടഡ് അല്ലാതെ ആകുക. പൊള്യൂട്ടഡ് വെള്ളമായാലും വായുവായാലും അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതികൾ അല്ലെങ്കിൽ ചുറ്റുപാടുകളായാലും ഇതൊന്നും തന്നെ ഒരിക്കലും പൊള്യൂട്ടഡ് ആകരുത്, കണ്ടാമിനേറ്റഡ് ആകരുത്, മലിനീകരണം വരരുത്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ചും ശുചിസ്ഥലത്ത് ആസനമിട്ട് അതിന്മേൽ. ഇവിടെയെല്ലാം തന്നെ വളരെയേറെ വിസ്തരിക്കേണ്ട വിഷയങ്ങളാണ് പറയുന്നത്. ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം. എങ്ങനെ ഇരിപ്പിടണമെന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദർഭപ്പുല്ല് വിരിച്ച് അതിൻ്റെ മുകളിൽ തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ ചർമ്മം, അതായത് ഈ പറയുന്ന തോല് വിരിച്ച്, തോലെന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആനത്തോലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുലിത്തോലോ ഒക്കെ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കാൻ പറയുന്നുണ്ട്. ആസനം. ഇവിടെ കേരളീയ സമ്പ്രദായത്തിൽ നമ്മൾ ആവണപ്പലക എന്ന് പറയുന്നൊരു പലക ഇട്ടിട്ടിരിക്കും, അതോ ആസനമാണ്. അപ്പോൾ ശുചിസ്ഥലത്ത് ആസനമിട്ട് അതിന്മേൽ എങ്ങനെയിരിക്കണം? വളവെന്നിയെ നീണ്ടു നിവർന്നിരിക്കാനാണ് പറയുന്നത്. ഇത് തുടക്കത്തിൽ 2-ാമത്തെ സ്കന്ധത്തിൽ പരീക്ഷിതരോട് ശുഖബ്രഹ്മം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജിതാസനായിരിക്കണം, ജിതശ്വാസനായിരിക്കണം, ജിതേന്ദ്രിയനായിരിക്കണം എന്നല്ല, ജിതാസനാകുക. നമ്മളെല്ലാവരും തന്നെ ഇരിപ്പിടം ഉറപ്പിക്കുമ്പോൾ നീണ്ടു നിവർന്നിരിക്കുന്ന രീതിയിലേക്ക് വരിക. ഋജുകായൻ എന്നൊരു വേറെ പ്രയോഗം. വളവെന്നിയെ, വളവൊന്നും കൂടെ നട്ടെല്ലാം തന്നെ വളച്ചുകൂട്ടി ഇങ്ങനെ ഇരിക്കാൻ നിയമമില്ല, ഒരിക്കലും പാടില്ല. അപ്പോൾ ശുചിസ്ഥലത്ത് ആസനമിട്ട് അതിന്മേൽ വളവെന്നിയെ നിവർന്നിരിക്കണം സ്വസ്തികാസനത്തിൽ ജിതാസനൻ. സ്വസ്തികാസനം 5 ആസനങ്ങളിലൊന്നാണ്. സ്വസ്തികാസനമുണ്ട്, പത്മാസനമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഓരോരോ ആസനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ 5 ആസനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. അതിലൊന്നാണ് സ്വസ്തികാസനം.
അപ്പോൾ ഈ സ്വസ്തികാസനമോ അല്ലെങ്കിൽ ഈ ആസനം കൊണ്ട് ഉദ്ദേശിച്ച് സ്വസ്ഥം ആയിരിക്കാനുള്ള ആസനമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടുള്ളൂ, സ്വസ്ഥമായിട്ടിരിക്കാൻ. അപ്പോൾ സ്വസ്തികാസനം എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഏറ്റവും സുഖകരമായിട്ടിരിക്കാവുന്ന, വേണമെങ്കിൽ നമുക്ക് ചമ്രം പടിഞ്ഞിരിക്കാം സുഖാസനമാണ് എങ്കിൽ, അല്ലെങ്കിൽ വീരാസനത്തിലിരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ആസനത്തിൽ നമ്മൾ ഒരു പ്രദേശം ശുദ്ധമായിട്ടുള്ളത് കണ്ട് അവിടെ വാസ്തവത്തിൽ എന്തു വേണം, നിവർന്നിരിക്കണം. സ്വസ്തികാസനത്തിൽ ജിതാസനൻ, ആ വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ജിതാസനാകുക, ഇരിപ്പ് അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഒന്നാകരുത്. ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഏകാഗ്രത സമ്പാദിക്കാനും ജപിക്കാനും തപിക്കാനും അത്തരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് മറ്റൊന്നും കടന്നു വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള വിദ്യയാണ്. ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് സാമ്പ്രാണി പുകച്ചും അട്ടഗന്ധം പുകച്ചും ചന്ദനത്തിരി കത്തിച്ചു വെച്ചും വിളക്ക് കത്തിച്ചു വെച്ചും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുക്കളയിലാണെങ്കിൽ വറുത്തും പൊരിച്ചും എല്ലാം തന്നെ ദുർഗന്ധം വമിക്കുന്ന യാതൊന്നും ഉണ്ടാകാതിരുന്നും, സാധാരണ മീൻ വറുക്കുക അല്ലെങ്കിൽ അതുപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ദുഷിച്ച അല്ലെങ്കിൽ വൃത്തികെട്ട മലിനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം, ശ്വാസവായു തന്നെ വളരെ മോശമായിരിക്കുന്ന ഒരു അന്തരീക്ഷം പാടില്ല. അപ്പോൾ നമ്മളൊരു മുറി, പൂജാമുറി ആയാലും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മുറി മാറ്റി വയ്ക്കുമ്പോഴും അശുദ്ധമായിരിക്കണം. അവ യാതൊരു കാരണവശാലും മറ്റ് അശുദ്ധികളൊന്നും ബാധിക്കാത്ത സ്ഥലത്ത് നീണ്ടു നിവർന്നിരിക്കുന്ന ഒരാസനം സങ്കല്പിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. ജിതാസനനായിട്ട് നമ്മളെല്ലാവരും ഇന്ന് സാധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് ചമ്രം പടിഞ്ഞിരിക്കാൻ തന്നെ സാധിക്കുന്നില്ല. കാരണം ജനിച്ച കാലം മുതൽ കസേരയും മേശയും എല്ലാം തന്നെ ഉപയോഗിച്ചു പോന്നു. മറ്റൊരു കാര്യം, അവർ വളർന്നു വരും തോറും ആഹാരാദി കാര്യങ്ങളെല്ലാം തന്നെ ദുഷിച്ചു. വളരെ നിയന്ത്രിതമായിരിക്കുന്ന ആഹാര കാര്യങ്ങളെല്ലാം വിട്ടുപോയി. രാവിലെ ഒരു 2 ദോശ 2 ഇഡ്ഡലി അല്ലെങ്കിൽ അത്തരത്തിൽ ഇഡ്ഡലിയോ ദോശയോ അതുപോലുള്ള ഏറ്റവും ശുദ്ധ സാത്വികമായിരിക്കുന്ന ആഹാരം അത് വിട്ടുപോയി. എല്ലാ തരത്തിലും നമ്മൾ ശുദ്ധമായിരിക്കുന്ന ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സ് ഏകാഗ്രതയിലേക്ക് വരും. നമുക്ക് മനസ്സിനെ നേരെയാക്കാൻ മാത്രമല്ല ശരീരത്തെയും നേരെയാക്കിയെടുക്കാം. ശരീരത്തെ നമ്മുടെ ചൊൽപ്പടിക്ക് നിർത്താനും അതിനെ നിയന്ത്രിക്കാനും കഴിയണമെങ്കിൽ ആഹാരാദി കാര്യങ്ങളെല്ലാം തന്നെ ശുദ്ധമാകണം. യമം നിയമം എന്ന് പറയുന്ന രീതികൾ അത്തരത്തിൽ വന്നതാണ്. അപ്പോൾ യമനിയമാദികളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചിട്ടപ്പടി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ശരീരത്തെ നമുക്ക് കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് വഴങ്ങുന്ന രീതിയിലാക്കാം. അപ്പോൾ മനസ്സും മെരുങ്ങുന്ന രീതിയിലാവും. അങ്ങനെ ശരീരവും മനസ്സുമെല്ലാം തന്നെ നമുക്ക് നമ്മുടെ കീഴ്പ്പടിയിൽ അല്ലെങ്കിൽ നമുക്ക് വാസ്തു നമ്മുടെ കൺട്രോൾ ആയി കഴിയുമ്പോഴാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അത്തരത്തിൽ നമ്മൾ എടുക്കണം. ശുചിസ്ഥലത്ത് ആസനമിട്ട് അതിന്മേൽ വളവെന്നിയെ നിവർന്നിരിക്കണം. സ്വസ്തികാസനത്തിൽ ജിതാസനൻ. പൂരകാദ്യം രേജകാന്ത്യം പ്രാണായാമത്തെ പറ്റിയാണ്. അഥവാ പ്രതിലോമമായി പ്രാണമാർഗം ശുദ്ധമാക്കി ഉറപ്പിക്കുക മാനസം. വളരെ പ്രശ്ന സങ്കീർണമായിരിക്കുന്ന രണ്ടാമത്തെ ശ്ലോകത്തിലാണ് ഇവിടെ മനസ്സിനെ എന്ത് ചെയ്യണം, അതിനെ ഉറപ്പിക്കുക. അപ്പോൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാകുക, ഏകാഗ്രതയുള്ള ചഞ്ചലാത്മകമായിട്ടുള്ള മനസ്സിൻ്റെ ആ ചലനങ്ങളെല്ലാം തന്നെ കെട്ടുപോയിട്ട് നിശ്ചലമായിട്ടുള്ള ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ എന്തു വേണം? ഇവിടെ പൂരകാദ്യം രേജകാന്ത്യം അഥവാ പ്രതിലോമമായി പ്രാണമാർഗം ശുദ്ധമാക്കി ഉറപ്പിക്കുക മാനസം. എല്ലാവരും തന്നെ പ്രാണായാമം അനുപേക്ഷണീയമായിട്ട് അനുഷ്ഠിച്ചേ മതിയാവൂ. ഇടത്തെ നാസാദ്വാരത്തിലൂടെ ഈ പ്രാണായാമ മുദ്രയെല്ലാം തന്നെ പിടിച്ച് ഇടത്തെ നാസാദ്വാരത്തിലൂടെ വായു അകത്തേക്ക് കയറ്റുന്ന പൂരകം, എന്നിട്ട് പുറത്തേക്ക് കളയുന്ന രേചകം, അകത്ത് അല്പമെങ്കിലും നിർത്തുന്ന പക്ഷം അത് കുംഭകം. അങ്ങനെ ഇടത്തും വലത്തും നാസാദ്വാരങ്ങളിലൂടെ കയറ്റിയും ഇറക്കിയും നടത്തുന്ന പ്രാണൻ്റെ ആയാമം അതിനെ ദീർഘിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വായുവിനെ നിയന്ത്രിക്കുന്ന രീതി അത് നമ്മൾ ചെയ്തേ മതിയാവൂ എന്ന്. അപ്പോൾ സ്വസ്ഥമായിട്ടുള്ളൊരാസനത്തിൽ ഇരിക്കണം അമ്മേ. അങ്ങനെ അമ്മ ഇരുന്നിട്ടെന്തു വേണം? പിന്നെ പ്രാണായാമാദികൾ ചെയ്തുകൊണ്ട് മനസ്സിനെ ഇളകുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇവിടെ എഴുത്തച്ഛൻ പാടിയ ശ്ലോകം ശ്രദ്ധിക്കുക. ഡക്ക മൃദംഗ തുടി താളങ്ങൾ പോലെയുടൻ ഓർക്കാം ഇതിൻ നിലയിൽ ഇന്നെ ഇടമോർത്ത് മമ നിൽക്കുന്നതല്ല മനം ആളാനബദ്ധകരുതിയും കണ്ട പോലെയെന്ന്. അപ്പോൾ യോഗ്യത ഏറെയുള്ള ഒരു വ്യക്തി, അതായത് ആസനങ്ങളും ഇത്യാദി കാര്യങ്ങളും ഒക്കെ നിർവഹിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് വളരെ ഉന്നതമായിരിക്കുന്നൊരു പദവിയിലെത്തിയ വ്യക്തിക്ക് പോലും വ്യത്യസ്ത ശബ്ദങ്ങളെല്ലാം തന്നെ ചെവിട്ടിൽ വന്നാലച്ച ഓങ്കാരത്തിൻ്റെ എല്ലാത്തരം വ്യത്യസ്ത ശബ്ദങ്ങളെല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നൊരു യോഗി അയാളുടെ മനസ്സ് പോലും നിൽക്കുന്നില്ല, പതറിപ്പോകുന്നു എന്ന് എഴുത്തച്ഛൻ പാടിയതാണ് ഹരിനാമകീർത്തനത്തിൽ. അപ്പം ഇത്തരത്തിൽ മനസ്സിനെ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണെന്നറിയാം. ഋഷീശ്വരന്മാരെ പുരാണകർത്താക്കന്മാർ അവർക്കൊക്കെ വ്യക്തമായിട്ട് ധാരണയുള്ളതാണ്. ആരുടെയും മനസ്സങ്ങനെ ഏകാഗ്രമാക്കി നിർത്താനായിട്ട് അധിക നേരം ഈ പറഞ്ഞ രീതിയിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒന്നാണ് മനസ്സ്. മനം ഒരു കുരങ്ങ്. അപ്പോൾ കുരങ്ങായിരിക്കുന്ന ഈ മനസ്സിന് എന്തു വേണം? പൂരകാദ്യം രേജകാന്ത്യം.
അഥവാ പ്രതിലോമമായി പ്രാണമാർഗം ശുദ്ധമാക്കി ഉറപ്പിക്കുക മനസം. അപ്പോൾ അമ്മയോട് ആദ്യം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. പിന്നെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ആസനസ്ഥമാകാനും പ്രാണായാമാദി കാര്യങ്ങൾ ചെയ്യാനും നിർദ്ദേശിച്ചു. ഇത് അനുഷ്ഠാനത്തിൻ്റെ നിത്യമായിട്ടുള്ളൊരു അഭ്യാസത്തിൻ്റെ രീതിയാണ്. പതഞ്ജലി തൻ്റെ യോഗസൂത്രം തുടങ്ങുന്നത് അധ യോഗാനുശാസനം. ഈ യോഗാനുശാസനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെ യോഗത്തെ കൈകാര്യം ചെയ്യണം. അതാ യോഗാനുശാസനം യോഗ ചിത്തവൃത്തി നിരോധക. യോഗ എന്ന് പറയുന്ന ചിത്തവൃത്തികളെ നിരോധിക്കലാണ്. അതാണ് ഈ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഉറപ്പിക്കുക മനസ്സം. അങ്ങനെ മനസ്സിനെ ഉറപ്പിക്കുക, അതൊരിക്കലും ഇളകാത്ത രീതിയിലാക്കുക. അതാണ് വാസ്തവത്തിൽ ചിത്തവൃത്തികളെ നിരോധിക്കുക. അതാണ് യോഗം. നമ്മൾ ചിത്തവൃത്തികളെയെല്ലാം തന്നെ നിരോധിച്ചുകൊണ്ട് ഏകാഗ്രതയിലേക്ക് എത്തുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതാണ് പിന്നാലെ പതഞ്ജലി പറഞ്ഞത്. എങ്ങനെ സാധിക്കും അത്? അഭ്യാസ വൈരാഗ്യഭ്യം തന്നെ നിരോധ. നിത്യവും നമ്മൾ ചെയ്യുന്ന അഭ്യാസം, അനുഷ്ഠാനം കൊണ്ട്, എക്സർസൈസസ്, മാനസികമായിട്ടുള്ള ഈ പറയുന്ന രീതികളെ കൊണ്ട്, നമ്മൾ അവലംബിക്കുന്ന മാർഗങ്ങളെ കൊണ്ട് ഈ മനസ്സിനെ നമുക്ക് നമ്മുടെ കൽപ്പടിക്കാക്കാൻ കഴിയും. അതാണ് അഭ്യാസം. വൈരാഗ്യം എന്ന് പറയുന്ന വിരക്തിയാണ്, പതുക്കെ പതുക്കെ കിട്ടേണ്ടതുമാണ്. അപ്പോൾ എല്ലാ തരത്തിലും രക്തമല്ലാത്തൊരു മനസ്സിൻ്റെ ഉടമയാകുക. രക്തം എന്ന് പറഞ്ഞാൽ രാഗം തുളുമ്പി നിൽക്കുന്നത്. രാഗം, അനുരാഗം എന്നെല്ലാം പറയുന്ന വികാരങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം തന്നെ അടിക്കടി വർദ്ധിച്ചു വരുന്ന ഒരു മനസ്സിനെ മാറ്റിയെടുത്താൽ അത് വിരാഗമാകും. ആ വിരാഗമായിട്ടുള്ള അവസ്ഥയാണ് വിരക്തി. അപ്പോൾ എല്ലാ തരത്തിലും അഭ്യാസ വൈരാഗ്യാഭ്യം തന്നിരോധ. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചിട്ടപ്പടി ഓരോരോ കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തോടുള്ള ആസക്തിയെല്ലാം തന്നെ കുറച്ച് കൊണ്ടുവന്ന് എന്നിട്ട് അവസാനം ആസക്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്ര നിർബന്ധമായിട്ടും അവിടെ അഭ്യാസം ആവശ്യമാണ്. വൈരാഗ്യം ഏറിയ ഒരു മനസ്സിൻ്റെ ഉടമയായി തീരേണ്ടതും ആവശ്യമാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നാലെ പറയുന്നത് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധയോ അഷ്ടാവങ്കാനി. 8 കൂട്ടം കാര്യങ്ങൾ ഇട്ടു തന്നിരിക്കുന്ന പതഞ്ജലി ആ യമാദികളെ കൊണ്ട്, യമനിയമാദികളെ കൊണ്ട് ഇതെല്ലാം തന്നെ സാധിച്ചുകൊള്ളണമെന്ന് നിർദ്ദേശിക്കുകയാണ്. ഏതായാലും 2 ശ്ലോകങ്ങളിൽ നമ്മൾ കടന്നപ്പോൾ ശുചിസ്ഥലത്ത് ആസനമിട്ട് അതിന്മേൽ വളവെന്നിയെ നിവർന്നിരിക്കണം സ്വസ്തികാസനത്തിൽ ജിതാസനനായി. പൂരകാദ്യം രേചകാദ്യം അഥവാ പ്രതിലോമമായി പ്രാണമാർഗം ശുദ്ധമാക്കി ഉറപ്പിക്കുക മാനസം. ക്ലിഷ്ടസാധ്യം എന്നൊരു പ്രയോഗം ഞാൻ പ്രയോഗിക്കും. കാരണം ക്ലിഷ്ടസാധ്യം ക്ലേശിച്ചാൽ കിട്ടും. വളരെ ബുദ്ധിമുട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു. പക്ഷേ നമ്മൾ വളരെയേറെ ക്ലേശിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ അസാധ്യമായിട്ടുള്ള ഒന്നൊന്നുമല്ല ഇത് സാധ്യമാണ്. അപ്പോൾ മനസ്സിനെ പിടിച്ചേർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വെറുതെ ഇങ്ങനെ അതിൻ്റെ ഇഷ്ടത്തിന് വിടാതെ അതിനെ വാസ്തവത്തിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സ്വസ്ഥമായിട്ടുള്ളൊരു ആസനത്തിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രാണായാമാദികൾ അനുഷ്ഠിക്കുക. നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന പ്രാണവായുവിനെ നിയന്ത്രിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ വായുവിൻ്റെ സഞ്ചാരം എപ്പോഴും അതിൻ്റെ താളം തെറ്റിയ രീതിയിലാണ് വായുവിൻ്റെ സഞ്ചാരം. അപ്പോൾ ഈ വായു ശരീരത്തിലൂടെ കടക്കുന്നുണ്ട്, പോകുന്നുണ്ട്, യാതൊരു നിയന്ത്രണമില്ലാതെ, അല്ലെങ്കിൽ താളം തെറ്റിയ രീതിയിലാണ്. ഈ താളം തെറ്റിയ ഇതിൻ്റെ ഒഴുക്കെല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രാണായാമം, രേചകം അല്ലെങ്കിൽ പൂരകം, കുംഭകം എന്നെല്ലാം പറയുന്ന ആ പ്രയോഗങ്ങൾ ഇവിടെ പ്രയോഗിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സ്വസ്ഥമായിട്ടൊരാസനത്തിൽ ഇങ്ങനെ കുത്തിയിരുന്ന് പൂജാമുറി, നമ്മുടെ മുറിയിൽ അവിടെ വാസ്തവത്തിൽ നല്ല സുഗന്ധദ്രവ്യങ്ങളെല്ലാം തന്നെ പുകച്ച് അതിനെ ശുദ്ധമാക്കി അവിടെ ഇരുന്നു കൊണ്ട് വായുവിനെ വലിച്ചു കയറ്റുക, വിടുക എന്നുള്ള രീതിയിലുള്ള, എന്തിനത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ ഈ പറയുന്ന പ്രാണവായുവിൻ്റെ അകത്തേക്ക് വലിക്കലും പുറത്തേക്ക് വിടലും ആ രീതിയിലൂടെ നമുക്ക് ശരീരത്തെയും നിയന്ത്രിക്കാം, ഒപ്പം ഈ മനസ്സിനെയും നിയന്ത്രിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യാസ വൈരാഗ്യഭ്യം നിരോധ എന്ന് പറഞ്ഞതിൽ യമ, നിയമ, ആസന, പ്രാണായാമ എന്നുള്ള രീതിയിൽ യമം, നിയമം എന്ന് പറയുന്ന ദൈനംദിന ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ടുള്ള ജീവിതം കഴിഞ്ഞാൽ ആസനം എന്ന് പറയുന്ന ഇവിടെ പറഞ്ഞു അവന് കുത്തിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രാണായാമം, അതാണ് ഇവിടെ പിന്നെ ഒരു ശ്ലോകത്തിൽ കണ്ടത്. സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ളൊരു യോഗ്യത സമ്പാദിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടിരിക്കുന്നൊരു സാധകൻ തൻ്റെ ശരീരാന്തർഗതമായിട്ട് ഒഴുകുന്ന വായുവിനെ നിയന്ത്രിച്ച് അതിനെ പൂരകൻ, രേചകം, കുംഭകം എന്ന് പറയുന്ന 3 അതിൻ്റേതായുള്ള മാർഗം അവലംബിച്ചുകൊണ്ട് പ്രാണായാമം അനുഷ്ഠിച്ചുകൊണ്ട് മനസ്സിനെ മെരുക്കിയെടുക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് ഏവം ശ്വാസം നിയന്ത്രിച്ച് യോഗിതൻ മാനസം സതീ കാച്ചി ഊതിയ ലോഹം പോൽ ക്ഷണാൽ നിർമ്മലമായി വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നൊരു യോഗി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് യോഗിതൻ മാനസം. അങ്ങനെ ഇരിക്കുന്ന വ്യക്തി യോഗം കാംക്ഷിച്ചുകൊണ്ട്, മോക്ഷം കാംക്ഷിച്ചുകൊണ്ട്
ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആ മാനസം കാച്ചി ഊതിയ ലോഹം പോൽ, ഏതൊരു സ്വർണ്ണമാണോ ഇങ്ങനെ ചുട്ടുപഴുത്ത അഗ്നിയിലേക്കിട്ട് ഊതി പഴുപ്പിച്ച് അതിനെ ശുദ്ധമാക്കുന്നത്, സ്വർണത്തെ കാച്ചി ഉരുക്കുന്ന പോലെ കാച്ചി ഊതിയ ലോഹം പോൽ ക്ഷണാൽ നിർമ്മലമായി വരും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ തരത്തിലും ഈ സ്വർണ്ണമായാലും വെള്ളിയായാലും അതിലടങ്ങിയിരിക്കുന്ന ആ മലം, അതിലടങ്ങിയിരിക്കുന്ന അശുദ്ധികളെയെല്ലാം തന്നെ കാച്ചി ഊതി കളയുന്ന പോലെ ചുട്ട് പഴുത്ത അഗ്നിയിലേക്ക് ഇട്ടുകൊണ്ട് ഒരു പ്രത്യേക പ്രക്രിയയിലൂടെ അതിനെ ശുദ്ധമാക്കുന്ന പോലെ നമ്മൾ പ്രാണായാമം ചെയ്തുകൊണ്ട് ശരീരാന്തർഗതമായിട്ടൊഴുകുന്ന ആ വായുവിനെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കണം. അന്ധകരണം നിർമ്മലമാകട്ടെ. അങ്ങനെ ആയാൽ പതുക്കെ പതുക്കെ നിർമ്മലമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് വന്നാൽ പ്രാണായാമം ത്രിദോഷത്തെ പോക്കും. വാദം പിത്തം കഫം എന്ന് പറയുന്ന ത്രിദോഷം മാത്രമല്ല, വാദം പിത്തം കഫം അത് ത്രിദോഷങ്ങളാണ് ആയുർവേദ സമ്പ്രദായത്തിൽ. പക്ഷേ വാദം പിത്തം കഫം എന്ന് പറയുന്ന പോലെ ത്രിഗുണങ്ങളെന്ന് പറയുന്നത് ദോഷങ്ങളാണ്. സാത്വികം വെളുത്തതാണെങ്കിലും ദോഷമാണ്, രാജസം ചുവപ്പ് ദോഷമാണ്, താമസം ഏറെ ദോഷമാണ്. അപ്പോൾ ഇത്തരത്തിൽ ത്രിഗുണങ്ങളെന്ന് പറയുന്ന ദോഷങ്ങളായാലും ത്രിദോഷങ്ങളെന്ന് പറയുന്ന ശരീരത്തിലെ വാദം പിത്തം കഫം എന്ന് പറയുന്ന രോഗത്തിന് ഇടവരുത്തുന്ന ദോഷങ്ങളായാലും അതെല്ലാം തന്നെ ഇല്ലാതെയാക്കിയിട്ട് ധാരണ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുന്നു. ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ധാരണ. ധാരണ എന്ന് പറഞ്ഞാൽ ധരിക്കുന്ന രീതിയാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു പെർസെപ്റ്റീവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പെർസെപ്ഷൻ, കറക്റ്റായിരിക്കുന്നൊരു വീക്ഷണം നമ്മൾക്കുണ്ടാക്കി എടുക്കണമെങ്കിൽ ഇത് ആവശ്യമാണ്. നിർമ്മലമായിട്ടുള്ള ഹൃദയം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്നൊരു മനസ്സിൻ്റെ ഉടമയായാൽ വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടാക്കിയെടുക്കാം. ധാരണ വ്യക്തമല്ല എങ്കിൽ തെറ്റിദ്ധാരണയാണത്. അപ്പോൾ ധാരണ ശരിയല്ല എങ്കിൽ ഒട്ടും തന്നെ നമുക്ക് അവലംബിക്കാൻ പറ്റുന്നതല്ല. ഈശ്വരനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയില്ലെങ്കിൽ അബദ്ധജനലമായിരിക്കും നമ്മുടെ ജീവിതം, ഉപാസന. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വരുതേ. പ്രാണായാമം ത്രിദോഷത്തെ പോക്കും, ധാരണ പാപവും. ഈ ധാരണ എന്ന് പറയുന്ന ഈ പ്രാണായാമം കഴിഞ്ഞിട്ട് നമ്മൾ ഈശ്വരനെ ചൊല്ലി അല്ലെങ്കിൽ പ്രപഞ്ചത്തെ ചൊല്ലി എന്നെ ചൊല്ലി അതുപോലെ എല്ലാ വിഷയങ്ങളെയും ചൊല്ലി എന്താണ് ശരിക്കുള്ള ധാരണ, അത് കിട്ടിക്കഴിഞ്ഞാൽ പാപവും പോയി. പ്രത്യാഹാരം എന്ന് പറയുന്ന എല്ലാത്തിൽ നിന്നും ഇങ്ങനെ വലിഞ്ഞിരിക്കുന്നൊരവസ്ഥ. നമ്മളെല്ലാവരും കേൾക്കുന്നവരും ഞാനും എല്ലാവരും തന്നെ പ്രത്യാഹാരം സാധിക്കാത്തവരാണ്. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ ആമ അതിൻ്റെ കൈകാലുകളെല്ലാം തന്നെ ഉള്ളിലേക്ക് വലിക്കുന്ന പോലെയാണ്. ഇത് ആവശ്യമാണ് ഈ പറയുന്നൊരു ആധ്യാത്മികവാദിക്ക്. ശരിക്കൊരു ആധ്യാത്മതലത്തിൽ ഉണർന്നുയർന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം തന്നെ ഉള്ളിലേക്ക് വലിഞ്ഞ് അകത്തേക്ക് കിടക്കണം. പ്രത്യാഹാരം. അപ്പോൾ യാമയാണ് ഉദാഹരണം. ആമയുടെ ഈ പറയുന്ന കൈകാലുകളും തലയുമെല്ലാം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് ഓട് മാത്രമായി തീരുന്ന രീതി. പുറത്തേക്ക് ബഹിർവ്യാപ്തമായിട്ട് നമ്മൾ പലതും അന്വേഷിച്ച് കിടക്കുന്ന വികാരജന്യമായിരിക്കുന്ന ആ പഞ്ചേന്ദ്രിയങ്ങളെയെല്ലാം തന്നെ അത് അടക്കി എല്ലാ തരത്തിലും ഉള്ളിലേക്ക് വലിക്കാൻ സാധിക്കുമെന്ന്. അതാണ് ഇതിൻ്റെ എല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം. പ്രാണായാമം ത്രിദോഷത്തെ പോക്കും, ധാരണ പാപത്തെ പോക്കും, പ്രത്യാഹാരം സംഘദോഷം, കൂട്ടുകെട്ട് കൊണ്ടുണ്ടായ ദോഷങ്ങൾ. കൂട്ടുകെട്ട് എല്ലായ്പ്പോഴും നല്ലതായിക്കൊള്ളണമെന്നില്ല. നല്ലവരായിട്ട് കൂടിയാൽ പോലും അതിൽ നിന്ന് ദുഷിച്ച ഫലങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അപ്പോൾ സംഘം എന്ന് പറയുന്നത് കൂടിച്ചേരൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യോജിച്ചേരൽ, ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കണം. ആ സംഘമെല്ലാം തന്നെ വാസ്തവത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് സംഘത്തിൻ്റെ ദോഷമാണെങ്കിലോ 4 പേരിങ്ങനെ ഒത്തൊരുമിച്ച് ചേർന്നാൽ ഉണ്ടാകുന്ന ചിന്ത അത് വഷളൻ ചിന്ത അല്ലെങ്കിൽ വികലമായിരിക്കുന്ന ചിന്തയായിട്ട് മാറാൻ ഉണ്ടാകുന്ന ദോഷം അതെല്ലാം തന്നെ മാറിക്കിട്ടും പ്രത്യാഹാരം കൊണ്ട്. അത് കാരണം ഉള്ളിലേക്ക് ഇന്ദ്രിയങ്ങളെ വലിച്ചു. കണ്ണുകൊണ്ട് കാണുന്നതും മൂക്കുകൊണ്ട് മണക്കുന്നതും അല്ലെങ്കിൽ നാക്കുകൊണ്ട് രുചിക്കുന്നതും ചെവികൊണ്ട് കേൾക്കുന്നതും തൊക്കുകൊണ്ട് സ്പർശിക്കുന്നതുമായിട്ടുള്ള എല്ലാ വിഷയസുഖങ്ങളും അതെല്ലാം തന്നെ ഉള്ളിലേക്ക് വലിച്ചപ്പോൾ അവ എല്ലാം തന്നെ പ്രവർത്തനരഹിതമായി. പിന്നെന്ത് ദോഷം? അപ്പോൾ ഈ ദോഷങ്ങളെല്ലാം തന്നെ കെട്ട അവസ്ഥയിലേക്ക് എത്തുന്നതിന് പ്രത്യാഹാരം സാധിക്കും. ധ്യാനം രാഗാദീയുമേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഈ ധാരണാധ്യാനം. അപ്പോൾ ധാരണാധ്യാനം അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സമാധി. ഇവിടെ പറഞ്ഞു വരുന്നത് പ്രത്യാഹാരം കഴിഞ്ഞ് പിന്നെ ധ്യാനത്തിലേക്ക് കിടക്കുമ്പോൾ രാഗാദി ഇല്ലാതെ പോവും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന് പറയുന്ന രാഗാദി ദോഷങ്ങൾ അതെല്ലാം തന്നെ ഇല്ലാതെയാകും ഈ ധ്യാനത്തിലൂടെ. അപ്പോൾ എന്തു വേണം നമ്മൾ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം. ഈ 7 കൂട്ടം കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ 8ാമത്തേലേക്ക് കടക്കാം. അതാണ് അഷ്ടാംഗ യോഗത്തിൻ്റെ രീതി. അത് തന്നെ കപിലവാസുദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ശരീരത്തെയെല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ആഹാരാധികാരങ്ങളെല്ലാം തന്നെ വളരെയേറെ നിയന്ത്രിതമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ആസനത്തിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുന്നതും
അങ്ങനെ ഇരുന്നു കൊണ്ടാണ് പ്രാണായാമാദികൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും. അതിലൂടെ വായുവിൻ്റെ നിയന്ത്രണം സാധിച്ച സാധകന് തൻ്റെ മനസ്സിനെയെല്ലാം തന്നെ ശുദ്ധമാക്കാൻ കഴിയുമ്പോഴാണ് അവിടെ ധാരണ വരുന്നു, അതുപോലെ ധ്യാനം വരുന്നു. ഈ ധാരണയും ധ്യാനവും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാപമില്ല എന്ന് മാത്രമല്ല, സംഘദോഷാദികളെല്ലാം തന്നെ മാറിയിട്ട് ഇവിടെ പറയുന്നു രാഗാദികളെല്ലാം തന്നെ വിട്ടുപോകും. ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത് ചിത്തം. എഴുത്തച്ഛൻ പാടിയ പോലെ ഷഡ്വൈരികൾ എന്ന് പറയുന്ന കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നൃത്തം ചെയ്യാനുള്ളൊരു വേദിയായിട്ട് എൻ്റെ മനസ്സ് മാറരുതേ എന്ന് ഹരിതാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ മറ്റൊരിടത്ത്. അപ്പോൾ എല്ലാ തരത്തിലും ഈ പറയുന്ന അഷ്ടരാഗങ്ങളായാലും അല്ലെങ്കിൽ ഷഡ്വൈരികളായാലും ഇവയെല്ലാം തന്നെ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന സംഗതികൾ, ഇതെല്ലാം തന്നെ കെട്ടടങ്ങുന്നതിന് എന്തു വേണം? ആസനം വേണം, പ്രാണായാമം കഴിക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രത്യാഹാരം ശീലിക്കണം, സാധിക്കണം. അത് കഴിഞ്ഞാൽ ധാരണ, വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടാകും. ആ ധാരണ വന്നു കഴിഞ്ഞാൽ നമുക്ക് ധ്യാനത്തിലേക്ക് കിടക്കുമ്പോൾ ശുദ്ധമായിരിക്കുന്ന അന്ധകരണത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ യോഗത്താൽ ശുദ്ധമാം ചിത്തം ഉറച്ചുള്ളൊരു സാധകൻ. ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ യോഗത്തിന്, ഏതൊരു യോഗത്തിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭ്യമായത്, അങ്ങനെയുള്ള ചിത്തത്തിൻ്റെ ഉടമയായിട്ടുള്ളൊരു സാധകൻ ഭഗവത് വിഗ്രഹം ധ്യാനിക്കണം നാസാഗ്രദൃഷ്ടിയായി. നാസാഗ്രദൃഷ്ടി എന്ന് പറയുമ്പോൾ മൂക്കിൻ്റെ അറ്റം എന്ന് പറയുന്ന ഈ അറ്റമല്ല, മൂക്കിൻ്റെ അറ്റം എന്ന് പറയുമ്പോൾ ഭ്രൂമധ്യം. അപ്പോൾ ഈ പറയുന്ന രണ്ട് പുരികക്കുടികളുടെ ഇടയിൽ ആജ്ഞാചക്രം എന്ന് പറയുന്ന അത് മൂക്കിൻ്റെ അറ്റം, അങ്ങോട്ടേക്കാണ് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. അവിടെ നാസാഗ്രത്തിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈശ്വരനെ ധ്യാനിക്കണമെന്ന്. ഈ 3-4 ശ്ലോകങ്ങൾ അമ്മയ്ക്ക് ആദ്യം ഇട്ടുകൊടുത്തത് ജീവിത നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ്. ധ്യാനിക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ശരീരത്തെ ഉപയോഗയോഗ്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെല്ലാം എന്തെല്ലാം ചെയ്താൽ മതിയാകും എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയും ഭാഗം മാത്രം നമ്മളൊന്ന് അപഗ്രഥിച്ചു പഠിച്ചാൽ നമ്മൾ ശരീരം എന്ന് പറയുന്ന ഈ പറയുന്ന തത്വങ്ങളെക്കൊണ്ട് സൃഷ്ടമായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം ആ ശരീരത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കണമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞു കൊടുക്കുകയാണ്. ശരീരം കൊണ്ട് നേടേണ്ട കാര്യം ഈശ്വരപദപ്രാപ്തിയാണ് എങ്കിൽ, മോക്ഷം എന്ന് പറയുന്ന സാക്ഷാത്കാര പദവിയാണ് എങ്കിൽ അത് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ധാരണ ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മുടെ ഇടയിൽ പറ്റിയിരിക്കുന്ന വലിയൊരു അബദ്ധം നമുക്ക് ധാരണയില്ല. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ തൊട്ടടുത്ത ശിവക്ഷേത്രത്തിൽ ചെന്ന് ശിവനെ, ലിംഗസ്വരൂപനായ അഗ്നിസ്വരൂപനായിട്ടുള്ള ശിവനെ അതാണിതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ രീതിയിൽ ഇങ്ങനെ ധരിച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ധാരണയ്ക്ക് പെശക് സംഭവിക്കും. നേരെ മറിച്ച് ഈശ്വരൻ ഇന്നത് എന്നുള്ള രീതിയിൽ രമണ മഹർഷി പറയുന്ന പോലെ അരുണാചല ശിവൻ, അരുണാചലം തന്നെയാണ് ശിവൻ എന്ന് വരുമ്പോൾ ചുട്ടുപൊള്ളുന്ന അഗ്നിക്ക് സദൃശമായിരിക്കുന്ന അചലം ആ പർവ്വതം അല്ലെങ്കിൽ ആ കുന്നാണ് ശിവൻ എന്ന് പറയുമ്പോൾ ശിവൻ്റെ രൂപവും ഭാവവും മാറി. അപ്പോൾ ഈ ശിവൻ എന്ന് പറയുന്ന ആദിത്യനാണെന്ന് പറയുമ്പോൾ സൂര്യബിംബത്തിന് സദൃശമായി സൂര്യനെന്ന് ഉജ്ജ്വലിക്കുന്ന ആ പ്രഭയെല്ലാം തന്നെ ഇങ്ങനെ ഒഴുകി വരുന്ന തേജസ് ആയിട്ട് ശിവൻ മാറും. അത്തരത്തിൽ തേജസ്സാണ് എങ്കിൽ പ്രത്യേകിച്ച് രൂപം കൽപ്പിക്കാൻ പറ്റില്ല. തൃക്കണ്ണും അതുപോലെ ചന്ദ്രക്കലകളും എല്ലാം തന്നെ ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രത്യേക വിഗ്രഹത്തെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താ? അവിടെ ധാരണ വ്യക്തമായി. അപ്പോൾ ഈശ്വരനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണിത്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം. എന്നിട്ട് ധ്യാനിക്കാനുള്ള ഈ വിഷയം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? യോഗത്താൽ ശുദ്ധമാം ചിത്തം ഉറച്ചുള്ളൊരു സാധകൻ ഭഗവത് വിഗ്രഹം ധ്യാനിക്കണം നാസാഗ്രദൃഷ്ടിയായി. ഇവിടെ ശുഖബ്രഹ്മം പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന അതേ ശൈലിയിൽ കപിലവാസുദേവൻ എന്ന് പറയുന്ന അവതാര സ്വരൂപം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതും സ്ഥൂലമായിട്ടുള്ള ഈശ്വര വിഗ്രഹമാണ്. ഇവിടെ നമ്മൾ അല്പം ചിന്തിച്ചിട്ട് പിന്നെ അടുത്ത ഈ പ്രഭാഷണത്തിൽ മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം സ്ഥൂലമായിരിക്കുന്ന പ്രകൃതിയിൽ കഴിഞ്ഞുകൂടുന്ന നമ്മൾ സ്ഥൂലമായിരിക്കുന്ന ഈശ്വര വിഗ്രഹം അത് സ്ഥാപിച്ചും അതെല്ലാം തന്നെ ഉറ്റുനോക്കിയും ധ്യാനിക്കുന്നത് സമ്പ്രദായമാണ്. നമ്മളെല്ലാവരും വിഗ്രഹോപാസകരായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ പ്രതിമ എന്ന് പറയുന്ന വിഗ്രഹത്തെ നമ്മൾ പൂജിക്കാൻ എടുക്കുന്നത് ധാരണ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടായേ മതിയാവും. ആ വ്യക്തമായിട്ടുള്ള ധാരണയ്ക്ക് ശരീരത്തെ ഉപയോഗിച്ചേ മതിയാവും. അപ്പോൾ ഈശ്വരനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ ഒരു വിഗ്രഹം വെച്ച് പൂജിക്കും. കൈകാലുകളുള്ള കണ്ണും നാക്കും മൂക്കും ഒക്കെ ഉള്ള ആ വിഗ്രഹത്തെ വെച്ച് പൂജിക്കുന്ന രീതിയിലേക്കാണ് ശുഖബ്രഹ്മം പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ സ്കന്ധത്തിൽ എപ്രകാരമാണോ സ്ഥൂലമായിരിക്കുന്ന ഈശ്വര വിഗ്രഹത്തെ ധ്യാനിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന അതേ രീതിയിൽ ഇവിടെയും പറഞ്ഞു കൊടുക്കുകയാണ്.
അതൊന്ന് വായിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. മറ്റൊന്നുമല്ല, യോഗത്താൽ ശുദ്ധമാം ചിത്തം ഉറച്ചുള്ളൊരു സാധകൻ ഭഗവത് വിഗ്രഹം ധ്യാനിക്കണം നാസാഗ്രദൃഷ്ടിയായി. അപ്പോൾ വിഗ്രഹത്തിൽ ഇങ്ങനെ നോക്കാനല്ല പറഞ്ഞത്, നമ്മുടെ നെറ്റിത്തടത്തിലേക്ക് അല്ലെങ്കിൽ ആജ്ഞാചക്രത്തിലേക്ക് പുരികക്കുടികളുടെ ഇടയിലേക്ക് കണ്ണിൻ്റെ ആ പ്രധാനപ്പെട്ട രംഗത്തേക്ക് ഇങ്ങനെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ധ്യാനിക്കാനാണ് പറയുന്നത്. ഇവിടെ നോക്കാനല്ല, ഇവിടെ നോക്കാൻ. അപ്പോൾ എല്ലാ തരത്തിലും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. മൂലാധാരം മുതൽ ഈ പറയുന്ന ആജ്ഞാചക്രം വരേക്ക് 6 ചക്രങ്ങളുടെ 6ാമത്തെ ചക്രമാണത്. ഈ 6ാമത്തെ ചക്രം എന്ന് പറയുന്നത്, അതിന് നമ്മൾ പറയുന്ന ആജ്ഞാചക്രം രുദ്രൻ്റെ ഗ്രന്ഥിയാണ്, അപ്പോൾ അഗ്നിയാണ്. അപ്പോൾ ഇത് അഗ്നിയാണ് എന്ന് പറയുമ്പോൾ 2 കണ്ണുകളെല്ലാം തന്നെ ഒന്ന് ചന്ദ്രനും ഒന്ന് സൂര്യനുമാണ്. അപ്പോൾ ചന്ദ്രനും സൂര്യനുമായിരിക്കുന്ന 2 കണ്ണുകളുടെ ഇടയിൽ അഗ്നിയായിട്ടുള്ള ഭ്രൂമധ്യം ആജ്ഞാചക്രം അവിടെ ഉറ്റുനോക്കിക്കൊണ്ടാണ് ധ്യാനിക്കേണ്ട, അഗ്നിയിലാണ്. ഇതൊരു കാര്യവും കൂടി നമ്മൾ ഇപ്പോൾ തുടങ്ങി വച്ചാൽ നമ്മുടെ പൂജാതി കാര്യങ്ങളിലും വാസ്തവത്തിൽ അഗ്നിയിലേക്ക് എത്തിയിട്ടാണ് ധ്യാനമെല്ലാം തന്നെ നടത്തുന്നത്. സൂര്യമണ്ഡലത്തെയും അതിൻ്റെ മുകളിൽ ചന്ദ്രമണ്ഡലത്തെയും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഈ അഗ്നിമണ്ഡലത്തിലേക്ക് കടന്നിട്ടാണ് ഭഗവത് വിഗ്രഹത്തെ ധ്യാനിക്കുന്നത്. അതായത് ഒരു വിഗ്രഹത്തെ മുൻപിൽ വെച്ചുകൊണ്ട് അതിൻ്റെ കേശാദിപാദം ഉറ്റുനോക്കുന്ന രീതിയല്ല. ഏതൊരു ഈശ്വര വിഗ്രഹത്തെയാണോ ധ്യാനമന്ത്രത്തിലൂടെ ധ്യാന ശ്ലോകത്തിലൂടെ ഇട്ടു തന്നിട്ടുള്ള ആ വിഗ്രഹത്തെ നമ്മൾ ധ്യാനിച്ചുറപ്പിക്കുന്ന നെറ്റിത്തടത്തിലാണ്. ഈ നെറ്റിത്തടത്തിൻ്റെ പ്രത്യേകത 6ാമത്തെ ചക്രമെന്ന് മാത്രമല്ല, ആജ്ഞാചക്രമായിരിക്കുന്നത് അഗ്നിയായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും 3 കണ്ണുകളാണ്. ആ ത്രിനേത്രം എന്ന് പറയുന്ന ശിവൻ്റേത് മാത്രമല്ല, എല്ലാവർക്കുമുള്ള ഈ 3ാമത്തെ ഈ കണ്ണ് നെറ്റിത്തടത്തിലെ ബാലനേത്രം ആജ്ഞാചക്രം അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ട് ധ്യാനിക്കാനാണ് പറയുന്നത്. യോഗത്താൽ ശുദ്ധമം ചിത്തമുറച്ചുള്ള ഒരു സാധകൻ ഭഗവത് വിഗ്രഹം ധ്യാനിക്കണം നാസാഗ്ര ദൃഷ്ടിയായി. എന്നിട്ട് അതിൻ്റെ ധ്യാനക്രമം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്ന് വെറുതെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. പൊൽത്താർമുഖം, സുന്ദരമായിട്ടുള്ള മുഖം, ചെങ്കമലം പോലുള്ള കൺകളും, നീലത്തണ്ടാർ നിറം, കയ്യിൽ ശംഖചക്രഗദാദിയും. വിഷ്ണുവിനെ ധ്യാനിക്കുന്ന രീതിയാണ്. പൊൽത്താർമുഖം, ചെങ്കമലോദരം പോലുള്ള കൺകളും, നീലത്തണ്ടാർ നിറം, കയ്യിൽ ശംഖചക്രഗദാദിയും, വിരിഞ്ഞ താമരത്താരിന്നല്ലി പോൽ മഞ്ഞയാം തുകിൽ, മഞ്ഞത്തുകിലെ മഞ്ഞമുണ്ട്, കഴുത്തിൽ കൗസ്തുഭം അദ്ദേഹം ധരിച്ചിരിക്കുന്ന അരത്നം, മാറിൽ മിന്നം ശ്രീവത്സലക്ഷ്മവും, ശ്രീവത്സമെല്ലാം ധരിച്ചിരിക്കുന്ന ഭഗവത് വിഗ്രഹം, മൂളും മത്തദ്വിരേഭങ്ങൾ ചൂടുന്ന വനമാലയും, വനമാല ധരിച്ചതുകൊണ്ട് ഇങ്ങനെ വണ്ടുകളെല്ലാം തന്നെ കൂട്ടമിട്ടിങ്ങനെ ആർത്തു ഉല്ലസിച്ച് അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന രീതി, മുത്തുമാല, കിരീടം, തോൾവളയും ചിലങ്കയും, ഭഗവാൻ ധരിച്ചിരിക്കുന്ന അവയവങ്ങളിലെല്ലാം ധരിച്ചിരിക്കുന്ന അങ്കതമായാലും കങ്കണമായാലും ഇതെല്ലാം തന്നെ, കടിയിൽ കാഞ്ചിയും പൂണ്ട്, അരക്കെട്ടിൽ ധരിച്ചിരിക്കുന്ന ആഭരണം, ഇതെല്ലാം തന്നെ കണ്ട് ഭക്തചിത്തത്തിൽ വാഴുവോൻ പ്രേക്ഷണീയതമൻ ശാന്തൻ മനോനേത്ര സുഖപ്രദൻ, അങ്ങനെയുള്ള രൂപത്തെ ധ്യാനിക്കാനാണ് പറയുന്നത്. സർവലോകങ്ങളും വീണകൂപ്പും സുന്ദരൻ, നിത്യയൗവന സമ്പന്നൻ, ഭക്താനുഗ്രഹകാതരൻ, കീർത്തനീയൻ, പുണ്യകീർത്തി, പുണ്യശ്ലോകയസസ്കരൻ, ദേവൻ തൻ സദ്രൂപം ഏവം ധ്യാനിക്കേണം അചഞ്ചലം. എങ്ങനെയാ അചഞ്ചലം? ഇത്തരത്തിലുള്ള രൂപം ഇങ്ങനെ അടിച്ചുറപ്പിക്കാൻ തന്നെ കുറേ നാളുകൾ പാടുപെടേണ്ടി വരും. ധ്യാനശ്ലോകം ഇപ്പോൾ പറഞ്ഞ രീതിയിലെല്ലാം ഭഗവാന്റെ കിരീടം അല്ലെങ്കിൽ സുന്ദരമായ കിരീടം, മുഖം, അങ്ങനെ മുഖാരവിന്ദമെല്ലാം കഴിഞ്ഞ് കഴുത്തിലെ മാലയും അല്ലെങ്കിൽ ഈ മാറിടവും അവിടെയുള്ള വക്ഷസ്ഥലത്തിലുള്ള ഈ പറഞ്ഞ ശ്രീവത്സവും ഇതെല്ലാം തന്നെ കണ്ട അരക്കെട്ടിലെ ആഭരണങ്ങളും താഴത്തേക്കുള്ള മഞ്ഞപ്പട്ടും ഇതെല്ലാം തന്നെ ഇങ്ങനെ ഏകാഗ്രതയോടുകൂടി കണ്ടുകൊണ്ട് ധ്യാനിക്കാനാണ് പറഞ്ഞത്. എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഇതിൽ ആദ്യത്തെ പടിയാണ് കേട്ടോ. ഇനി ഏതായാലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കപിലവാസുദേവൻ ഒരു യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ, അല്ലെങ്കിൽ സാഖ്യയോഗത്തിൻ്റെ ഒരു വക്താവ് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ ഇത് വാസ്തവത്തിൽ ശരിയാണോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ പടിയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു LKG ക്ലാസ്സിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈശ്വര വിഗ്രഹം ധ്യാനിച്ചേ മതിയാവൂ. നിന്നോ നടന്നോ ക്രീഡിച്ചോ ഇത് ധ്യാനിക്കുന്നത്. യോഗതൽപസ്ഥിതാൻ ആയുമേ ക്രിസ്തനായ നിരൂപിക്കാം അവനെ സ്വഹിതപ്പടി. ഇനി നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് ധ്യാനിക്കാൻ, നടന്നുകൊണ്ടാകാം, കിടന്നുകൊണ്ടാകാം, എന്ത് വേണമെങ്കിലും ആകാമെന്ന് ഭാഗവതം നൽകുന്ന നല്ലൊരു അലവൻസാണ്.
അല്ലാതെ ഒരിടത്തിങ്ങനെ കുത്തിയിരുന്ന്, തുടക്കത്തിൽ പറഞ്ഞ ഒരിടത്തിങ്ങനെ കുത്തിയിരുന്നുകൊണ്ട് യോഗ സാധനയൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ചിത്തമെല്ലാം നിർമ്മലമായിട്ട് ധാരണയിലേക്ക് കിടക്കണമെന്ന്, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓടി നടന്നുകൊണ്ടാകാം, അല്ലെങ്കിൽ എവിടെ നിന്നിട്ടും ആകാം. ഇന്ന ഇടമൊന്നുമില്ല. നേരത്തെ പറഞ്ഞത് എന്താ? ശുദ്ധമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ശുദ്ധമായ സ്ഥലത്ത് ആസനമെല്ലാം തന്നെ വിരിച്ച് അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആസനമെല്ലാം തന്നെ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞ് ഒടുവിലേക്ക് വന്നപ്പോൾ നിന്നോ നടന്നോ ക്രീഡിച്ചോ യോഗതൽപസ്ഥനായുമോ ക്രിസ്തനായോ ഹൃദയസ്ഥനായ ഈശ്വരനെ നിരൂപിക്കാം അവനെ സ്വഹിതപ്പടി സമഗ്ര രൂപത്തിലേവം മനസ്സിൽ കണ്ട് ഉറക്കവേ പ്രത്യംഗധ്യാനവും ചെയ്തിടണം സാധകനാം മുനി. പ്രത്യംഗം അതായത് ഈശ്വരൻ്റെ ഈ രൂപമെല്ലാം തന്നെ പ്രത്യേക രീതിയിൽ ആദ്യം അതിനെ സാമാന്യമായിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഓരോരോ അവയവങ്ങളും കണ്ടുകൊണ്ട് ധ്യാനിക്കണമെന്ന്. അത് പൂജാക്രമത്തിൽ വരുന്നൊരു സംഗതിയാണ്. നസിക്കുക എന്ന് പറയും. കണ്ണും നാക്കും മൂക്കും അവയവങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ ലളിതാസഹസ്രനാമം ഒരു മാതൃകയായിട്ട് എടുത്താൽ മതി. അവിടെ പറയുന്നില്ലേ, ചമ്പക ശോക പുന്നാക സൗഗന്ധികല സൽക്കജ ഗുരുവിന്ദമണി ശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടവീചന്ദ്ര വിഭ്രാജത് അളികസലതോപിത എന്ന് പറഞ്ഞുകൊണ്ട് ശരീരാവയവങ്ങൾ കേശാദിപാദം എല്ലാം തന്നെ വർണ്ണിക്കുന്ന പോലെ ധ്യാനിക്കണമെന്ന്. അപ്പം ഇത്രയും വാസ്തവത്തിൽ തുടങ്ങി വച്ചു. എല്ലാ തരത്തിലും പ്രപഞ്ചത്തെപ്പറ്റി നല്ലൊരു ബോധവൽക്കരണം നടത്തിയിട്ട് പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിരിക്കുന്ന നമ്മുടെ ശരീരത്തെ മെരുക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഈ കപിലവാസുദേവൻ അമ്മയെ ബോധവൽക്കരിക്കുന്നത്. ധ്യാനത്തിലേക്ക് കൊണ്ടുവരികയാണ്, യോഗത്തിലേക്കും. അപ്പോൾ ധ്യാനത്തിലേക്കും യോഗത്തിലേക്കും തദ്വാര ജ്ഞാനത്തിലേക്കും എല്ലാ തരത്തിലും കടന്നിക്കൊണ്ടുപോരുന്ന ഈ കപില ഗീത അതിൻ്റെ ചെറിയൊരു പതിപ്പായിട്ട് നമ്മൾ നാരായണത്തിൽ ഒരു ദശകം 8 ശ്ലോകങ്ങളെ കൊണ്ട് കൈകാര്യം ചെയ്തു. അതിനേക്കാൾ ബൃഹത്താണ് എന്ന് ചുരുക്കം. അപ്പോൾ എല്ലാ തരത്തിലും അനവധി അധ്യായങ്ങളിലൂടെ കടന്നു പോകുന്ന കപിലഗീത വേദവ്യാസവിരചിതമായിരിക്കുന്ന ഭാഗവത്തിൽ കാണുന്നതിൻ്റെ ഒരു രത്നചുരുക്കം മാത്രമാണ് നമ്മൾ നാരായണീയത്തിൽ കാണുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ബൃഹത്തായിട്ടുള്ളൊരു ഭാവത്തെ സ്വീകരിക്കുന്നുണ്ട് എന്ന്. ഇതെല്ലാം തന്നെ നമുക്ക് പിന്നാലെ അതേ കപിലഗീതയിലൂടെ തന്നെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ അനവധി കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക്. ഒരു കാര്യം നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് ഈ അമ്മയ്ക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അതുകൂടി ചിന്തിച്ചാൽ യുക്തിസഹമായിട്ടുള്ള ചിന്തയാണ്. കർദമ പ്രജാപതി ദേവഹൂതിക്ക് സമ്പാദിച്ചു കൊടുത്ത ഈശ്വരനാണ്. അല്ലെങ്കിൽ ഈ ദേവഹൂതി എന്ന് പറയുന്ന അമ്മ തൻ്റെ ദേവന് സകലതും ആഹൂതി ചെയ്തുകൊണ്ട് ആ ശരീരത്തെയെല്ലാം തന്നെ പ്രത്യേക പരുവത്തിലാക്കിയിരിക്കുന്ന അമ്മയ്ക്ക് ഈശ്വരൻ ലഭിച്ചുവെങ്കിൽ പ്രത്യേകിച്ചൊരു ഉപദേശത്തിന് ആവശ്യമുണ്ടോ എന്ന്. അതായത് എല്ലാം സാധിച്ചു കഴിഞ്ഞോളാം. അപ്പോൾ സാധിക്കേണ്ട സംഗതികൾ സാധിച്ചു കഴിഞ്ഞ് ഈ അമ്മയ്ക്ക് വീണ്ടും ഈ ഉപാസനാക്രമങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ അനുകരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന താഴത്തെ തട്ടിൽ നിന്ന് പതുക്കെ പതുക്കെ കയറി പോകുന്ന ഒരു ആരോഹണ ക്രമത്തിൽ ഇതെല്ലാം ആവശ്യമാണോ എന്ന് കണ്ടുകൊണ്ട് ആ കപിലഗീത സവിസ്തരം പഠിക്കാനായിട്ട് നോക്കുക, അനുഷ്ഠിക്കാനായിട്ട് നോക്കുക, ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് നോക്കുക. ഓം സഹനാവവതു സഹനൗ ഭുനക്തോ സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ.